സഹോദരങ്ങളെ, ദൈവവചനത്തിൻ്റെ ഒരു വലിയ ഉത്സവമാണ് പരിശുദ്ധാത്മാവ്. ഈ 37ാമത് പോട്ട ദേശീയ ബൈബിൾ കൺവെൻഷൻ വഴി നമുക്കായി ഒരുക്കിയിരിക്കുന്നത്. ഇത് പരിശുദ്ധാത്മാവിൻ്റെ പദ്ധതിയാണ്. 37 വർഷമായി നിലയ്ക്കാതെ പതിനായിരങ്ങളിലേക്ക്, ജനലക്ഷങ്ങളിലേക്ക് ദൈവവചനത്തിൻ്റെ സത്യങ്ങളെ പകർന്നു കൊടുക്കുവാൻ പരിശുദ്ധാത്മാവ് നൽകിയ, സഭയ്ക്ക് നൽകിയ വലിയൊരു അത്ഭുത ശുശ്രൂഷയാണ് പോട്ട ഈ ശുശ്രൂഷാലയത്തിലൂടെ നടക്കുന്ന ഈ ബൈബിൾ കൺവെൻഷൻ. എൻ്റെ സഹോദരങ്ങളെ, ഈ ശുശ്രൂഷകളെ ഓർത്ത് നമുക്ക് നന്ദിയുള്ളവരാകാം. ഇവിടെ സന്നിഹിതരായിട്ടുള്ളവരും ഓൺലൈനിലൂടെ വിവിധ ദേശങ്ങളിൽ, വിവിധ രാജ്യങ്ങളിലായിരുന്നു ഈ കൺവെൻഷനിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവരെ, നമുക്ക് ഒന്നിച്ചൊരിക്കൽ കൂടെ കർത്താവിനെ മനം തുറന്ന് പൂർണ്ണ ശക്തിയോടെ കർത്താവിൻ്റെ വിശ്വസ്തതയോർത്ത്, കർത്താവിൻ്റെ കാരുണ്യത്തെയോർത്ത്, കർത്താവിൻ്റെ സ്നേഹത്തെയോർത്ത് നമുക്കൊരിക്കൽ കൂടെ അവിടുത്തെ സ്തുതിച്ച് മഹത്വപ്പെടുത്താം. 89-ാം സങ്കീർത്തനം 15-ാമത്തെ വചനം ഇപ്രകാരം നമ്മളെ പഠിപ്പിക്കുന്നു: ഉത്സവ ആഘോഷത്തോടെ കർത്താവിനെ സ്തുതിക്കുന്നവർ ഭാഗ്യവാന്മാർ. യെസ്, ഇതൊരു സെലിബ്രേഷനാണ്, ദൈവവചനത്തിൻ്റെ ആഘോഷമാണ്. ഇത് പരിശുദ്ധാത്മാവ് ഒരുക്കിയിരിക്കുന്ന വലിയ കൊയ്ത്തുത്സവമാണ്. പരിശുദ്ധ വചനം പറയുന്നു ഉത്സവാഘോഷത്തോടെ. നമുക്കറിയാം, തിരുനാളുകൾ വരുമ്പോൾ, നമുക്ക് ഉത്സവങ്ങൾക്ക് വരുമ്പോൾ നമുക്കുണ്ടാകുന്നൊരു ആവേശമുണ്ട്, നമുക്കുണ്ടാകുന്നൊരു ആഹ്ലാദ തിമിർപ്പുണ്ട്, നമുക്കുണ്ടാകുന്ന ഒരു ആനന്ദമുണ്ട്. സങ്കീർത്തന വചനം പറയുന്നു, ഈ ഒരു ആവേശത്തോടെ, ആഹ്ലാദ തിമിർപ്പോടെ, ഉത്സവാഘോഷത്തോടെ നീ നിന്റെ കർത്താവിനെ സ്തുതിക്കുക. അവരെല്ലാം ഭാഗ്യപ്പെട്ടവരാണ്. അങ്ങനെ സ്തുതിക്കുമ്പോൾ എന്ത് സംഭവിക്കും? അപ്പോസ്തല പ്രവർത്തനം 2:4 അവരെല്ലാവരും പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു. വലതുകരം എടുത്ത് ഉയർത്തി ഉച്ചത്തിൽ പറഞ്ഞേ, അവരെല്ലാവരും പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു. അവരെല്ലാവരും പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു. എന്റെ പ്രിയപ്പെട്ടവരെ, ഒരു ശക്തമായ ആത്മപകർച്ചയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഈ 37ാമത് പോട്ട ദേശീയ ബൈബിൾ കൺവെൻഷൻ വഴി തിരുസഭയിൽ ഒരു ശക്തമായ ആത്മപകർച്ചയുണ്ടാകണം. സഭ മുഴുവൻ പരിശുദ്ധാത്മാവിന്റെ തീ പടരണം. ദേശങ്ങളിൽ, രാജ്യങ്ങളിൽ, ജനതകളിൽ ആത്മപകർച്ചയുണ്ടാകണം. നമ്മുടെ കുടുംബങ്ങൾ പരിശുദ്ധാത്മാവിൽ നിറയപ്പെടണം. യെസ്, അതിനുള്ള സമയമാണ്. It is a time of the Holy Spirit. ഇത് പരിശുദ്ധാത്മാവിന്റെ സമയമാണ്. സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. തന്റെ ജനത്തിന്റെ മേൽ ആത്മാവ് ഇറങ്ങി വരുന്ന സമയം, ആത്മാവ് പരിവർത്തിക്കുന്ന സമയം, ആത്മാവ് അഭിഷേകം ചെയ്യുന്ന സമയം. ഇരു കരങ്ങളും ഉയർത്തി എല്ലാം മറന്ന് ഉച്ചത്തിൽ വിളിക്കുന്ന പരിശുദ്ധാത്മാവേ, വിളിച്ച് വിളിച്ച് പ്രാർത്ഥിച്ചു, വിളിച്ച് വിളിച്ച് പ്രാർത്ഥിച്ചു. ഹോളി സ്പിരിറ്റ്, ഹോളി സ്പിരിറ്റ്. നന്നായി നന്നായി കരമടിച്ച് കരമടിച്ച് കർത്താവേ സ്തുതിക്കുന്നു, സ്തുതി. നന്നായി കരമടിച്ച്, ശക്തിയോടെ കരമടിച്ച് എല്ലാവരും ഒന്നിച്ച് ഒന്നിച്ച്. ആമേൻ. ആത്മശക്തിയാൽ എന്നെ നിറച്ചിടുക, അനുദിനം ആരാധിക്കാം. അഭിഷേകത്താൽ എന്നെ നിറച്ചിടുക, ഞാൻ ഉണർന്നു ശോഭിക്കുവാൻ. ആമേൻ. ആത്മശക്തിയാൽ എന്നെ നിറച്ചിടുക, അനുദിനം ആരാധിക്കാം. അഭിഷേകത്താൽ എന്നെ നിറച്ചിടുക, ഞാൻ ഉണർന്നു ശോഭിക്കുവാൻ. ആത്മശക്തിയാൽ എന്നെ നിറച്ചിടുക, അനുദിനം ആരാധിക്കാം. അഭിഷേകത്താൽ എന്നെ നിറച്ചിടുക, ഞാൻ ഉണർന്നു ശോഭിക്കുവാൻ.
ആത്മശക്തിയാൽ എന്നെ നിറച്ചിടുക, പരിശുദ്ധാത്മാവേ. അനുദിനം ആരാധിക്കാം. എല്ലാവരും അഭിഷേകത്താൽ എന്നെ നിറച്ചിടുക, നിറച്ചിടുക, ഞാൻ ഉണർന്നു ശോഭിക്കുവാൻ. അഭിഷേകം പകർന്നിടുക, പുതുശക്തി പ്രാപിക്കുവാൻ. അഭിഷേകം പകർന്നിടുക, പുതുശക്തി പ്രാപിക്കുവാൻ. അഭിഷേകം പകർന്നിടുക, പുതുശക്തി പ്രാപിക്കുവാൻ. അഭിഷേകം ഒന്നിച്ചൊന്നിച്ച് പകർന്നിടുക, ശക്തിയോടെ പുതുശക്തി പ്രാപിക്കുവാൻ. അന്ധകാര ശക്തികളെ ജയിക്കും ഞാൻ ആ കൃപയാൽ. ആമേ. അന്ധകാര ശക്തികളെ ജയിക്കും. കാര്യങ്ങൾ ഉയർത്തിയടിച്ച് അഭിഷേകം പകർന്നിടുക, പുതുശക്തി പ്രാപിക്കുവാൻ. അഭിഷേകം പകർന്നിടുക, പരിശുദ്ധാത്മാവേ. പുതുശക്തി പ്രാപിക്കുവാൻ. അഭിഷേകം പകർന്നിടുക, പുതുശക്തി പ്രാപിക്കുവാൻ. അഭിഷേകം പകർന്നിടുക, ആമേൻ, ആമേൻ. പുതുശക്തി പ്രാപിക്കുവാൻ. അന്ധകാര ശക്തികളെ ജയിക്കും ഞാൻ ആ വചനത്തിന്റെ ശക്തിയാ. അന്ധകാര ശക്തികളെ അഭിഷേകത്തിന്റെ ശക്തിയാ. ഞാൻ ആ കൃപയാ. ആത്മശക്തിയാൽ എന്നെ നിറച്ചിടുക, അനുദിനം ആരാധിക്കാം. അഭിഷേകത്താൽ എന്നെ നിറച്ചിടുക, ഞാൻ ഉണർന്നു ശോഭിക്കുവാൻ. ആത്മശക്തിയാൽ എന്നെ നിറച്ചിടുക, അനുദിനം ആരാധിക്കാം. ഹല്ലേലൂയ. അഭിഷേകത്താൽ എന്നെ നിറച്ചിടുക. കാര്യങ്ങൾ ഉയർത്തിയടിച്ച് തുള്ളിച്ചാടി. അഭിഷേകം പകർന്നിടുക, പുതുശക്തി പ്രാപിക്കുവാൻ. അഭിഷേകം പകർന്നിടുക, പുതുശക്തി പ്രാപിക്കുവാൻ. അഭിഷേകം പകർന്നിടുക, പുതുശക്തി. അഭിഷേകം പകർന്നിടുക, പുതുശക്തി പ്രാപിക്കുവാൻ. അന്ധകാര ശക്തികളെ ജയിക്കും ഞാൻ ആ കൃപയാ. റുഹായേ. അന്ധകാര ശക്തികളെ ജയിക്കും ഞാൻ ആ കൃപയാ. അഭിഷേകം പകർന്നിടുക, പുതുശക്തി പ്രാപിക്കുവാൻ. അഭിഷേകം പകർന്നിടുക, ഹല്ലേലൂയ. ശക്തി പ്രാപിക്കുവാൻ. അഭിഷേകം പകർന്നിടുക, പുതുശക്തി പ്രാപിക്കുവാൻ. അഭിഷേകം പകർന്നിടുക, ശക്തി പ്രാപിക്കുവാൻ. അന്ധകാര ശക്തികളെ ജയിക്കും ഞാൻ ആ കൃപയാ. അന്ധകാര ശക്തികളെ ആത്മാവേ. ജയിക്കും ഞാൻ ആ കൃപയാ. ഇരുകരമുയർത്തി ഒറ്റ വിളി. ആത്മാവേ. ഊഹാ. ഊഹായേ. Holy Spirit, move. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. പരിശുദ്ധാത്മാവേ സ്തുതിക്കുന്നു. ശക്തിയോടെ വിളിക്കുന്ന ആത്മാവേ. ഊഹായേ. ശല്ലേലല്ലേലല്ലേ. കെട്ടുകൾ അണിയട്ടെ, ബന്ധനങ്ങൾ മാറട്ടെ, ഹൃദയങ്ങൾ തുറക്കപ്പെടട്ടെ. In the name of Jesus. സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. ആമേൻ, ആമേൻ. കരങ്ങളൊന്ന് കോർത്തു പിടിച്ച്, കൈകൾ കോർത്തു പിടിച്ച്, സഹോദരന്മാർ സഹോദരന്മാരുടെ, സഹോദരിമാർ സഹോദരിമാരുടെ ഒരു വലിയ ആത്മപകർച്ചയ്ക്കായി തിരുസഭയ്ക്ക് വേണ്ടി, നമ്മുടെ സമൂഹങ്ങൾക്ക് വേണ്ടി, കുടുംബങ്ങൾക്ക് വേണ്ടി, ദേശങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് പാടി പാടി ആരാധിക്കുന്നു. അഭിഷേകം പകർന്നിടുക, പുതുശക്തി പ്രാപിക്കുവാൻ. അഭിഷേകം പകർന്നിടുക, പരിശുദ്ധാത്മാവേ. ശക്തി പ്രാപിക്കുവാൻ. അഭിഷേകം പകർന്നിടുക,
പ്രാപിക്കുവാൻ അഭിഷേകം പകർന്നിടുക ശക്തി പ്രാപിക്കുവാൻ അന്ധകാര ശക്തികളെ ജയിക്കും ഞാൻ ആത്മാവിന്റെ ശക്തിയാ അന്ധകാര ശക്തികളെ അഭിഷേകത്തിന്റെ ശക്തിയാ ഞാൻ കൃപയാ അഭിഷേകം പകർന്നിടുക പുതുശക്തി പ്രാപിക്കുവാൻ അഭിഷേകം ആത്മാവേ ശക്തി പ്രാപിക്കുവാൻ അന്ധകാര ശക്തികളെ ജയിക്കും ഞാൻ കൃപയാ അന്ധകാര ശക്തികളെ കരങ്ങളടിച്ച് കൃപയാ ഹല്ലേലൂയ ജയം ഹല്ലേലൂയ എൻ്റെ യേശു ജീവിക്കുന്നു ഹല്ലേലൂയ ജയം ഹല്ലേലൂയ എൻ്റെ യേശു ജീവിക്കുന്നു ഹല്ലേലൂയ ജയം ഹല്ലേലൂയ എൻ്റെ യേശു ജീവിക്കുന്നു യേശു നല്ലവൻ അവൻ വല്ലഭൻ അവൻ ദയയോ എന്നുമുള്ളത് യേശു നല്ലവൻ അവൻ വല്ലഭൻ അവൻ ദയയോ എന്നുമുള്ളത് പെരുവെള്ളത്തിൽ ഇരച്ചിൽ പോലെ സ്തുതിച്ചിടുക നാം അവന്റെ നാമം പെരുവെള്ളത്തിൽ ഇരച്ചിൽ പോലെ സ്തുതിച്ചിടുക നാം അവന്റെ നാമം ഹല്ലേലൂയ 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 മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാൻ ശക്തിയും ബലവും യേശുവിനെ ആമേൻ മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബലവും എൻ്റെ യേശുവിനെ അഭിഷേകം പകർന്നിടുക പുതുശക്തി പ്രാപിക്കുക ആത്മാവേ അഭിഷേകം പകർന്നിടുക ശക്തി പ്രാപിക്കുവാൻ അഭിഷേകം പകർന്നിടുക പുതുശക്തി പ്രാപിക്കുവാൻ അഭിഷേകം പകർന്നിടുക പുതുശക്തി പ്രാപിക്കുവാൻ അന്ധകാര ശക്തികളെ ജയിക്കും ഞാൻ കൃപയാ അന്ധകാര ശക്തികളെ ജയിക്കും ഞാൻ കൃപയാ നമ്മുടെ കുടുംബങ്ങളിലേക്ക് നമ്മുടെ തലമുറകളിലേക്ക് നമ്മുടെ ദേശങ്ങളിലേക്ക് രാജ്യങ്ങളിലേക്ക് ജനതകളിലേക്ക് ആത്മശക്തി ഇറങ്ങുവാൻ ആത്മപകർച്ചയുണ്ടാകുവാൻ സകല കെട്ടുകളും ഒഴിയുവാൻ സകല മുഖങ്ങളും ഒഴിയുവാൻ മാനസാന്തരങ്ങൾ അത്ഭുത ഡെലിവറൻസുകൾ അത്ഭുത ശക്തി എല്ലാ ഇടങ്ങളിലും വ്യാപരിക്കുവാൻ തീ പോലെ ആത്മാവിന്റെ സാന്നിധ്യം തട്ടിപ്പടരുവാൻ പൈശാചിക കോട്ടകൾ തകർക്കപ്പെടുവാൻ അനേകം ഹൃദയങ്ങൾ തുറക്കപ്പെടുവാൻ ഇരുകരമുയർത്തി ഒന്നിച്ചൊരൊറ്റ വിളി പരിശുദ്ധാത്മാവേ ഹോളി സ്പിരിറ്റ് ഹോളി സ്പിരിറ്റ് സ്തുതിക്കുന്നു അനോയിന്റിംഗ് എല്ലാവരും വിളിച്ചു പ്രാർത്ഥിക്കുക അകത്തോട് വിളിക്കുക ആത്മാവേ പരിശുദ്ധാത്മാവേ പകർച്ച അഭിഷേക പകർച്ച ആത്മപകർച്ച പതിനായിരങ്ങൾ നിറയട്ടെ Feel Holy Spirit. Feel Holy Spirit. Feel Holy Spirit. സ്തുതിക്കുന്നു. അഭിഷേകം പകർന്നിടുക പുതുശക്തി പ്രാപിക്കുക അഭിഷേകം പകർന്നിടുക ശക്തി പ്രാപിക്കുവാൻ ഒരു പുതിയ ശക്തി ഒരു പുതിയ കൃപ ഒരു പുത്തൻ അഭിഷേകം പരിശുദ്ധാത്മാവേ ഞങ്ങൾക്ക് നൽകണമേ റിലീസ് സ്തുതിക്കുന്നു ആത്മാവേ അഭിഷേകം റിലീസ് അത്ഭുതങ്ങൾ അടയാളങ്ങൾ സൗഖ്യങ്ങൾ ഡെലിവറൻസുകൾ മാനസാന്തരങ്ങൾ ഇപ്പോൾ ഇവിടെ സംഭവിക്കട്ടെ.
അഭിഷേകം പകർന്നിടുക പുതുശക്തി പ്രാപിക്കുവാൻ. അഭിഷേകം പകർന്നിടുക പുതുശക്തി പ്രാപിക്കുവാൻ. അഭിഷേകം പകർന്നിടുക പുതുശക്തി പ്രാപിക്കുവാൻ. അഭിഷേകം പകർന്നിടുക പുതുശക്തി പ്രാപിക്കുവാൻ. അന്ധകാര ശക്തികളെ ജയിക്കും ഞാൻ ആത്മാവിന്റെ ശക്തിയാൽ. Power of the Holy Spirit. ജയിക്കും ഞാൻ കൃപയാൽ. അന്ധകാര ശക്തികളെ ജയിക്കും ഞാൻ കൃപയാൽ. അഭിഷേകത്തിന്റെ ശക്തിയാൽ, ആത്മാവിന്റെ ശക്തിയാൽ എല്ലാ അന്ധകാര ശക്തികളെയും ഞാൻ വിജയിക്കും. അന്ധകാര ശക്തികളെ ജയിക്കും ഞാൻ റൂഹായുടെ ശക്തിയാൽ, റൂഹായുടെ അഭിഷേകത്താൽ, റൂഹായുടെ സാന്നിധ്യത്താൽ ഞാൻ അന്ധകാര ശക്തികളെ ജയിക്കും. എന്റെ കുടുംബം ദൈവകൃപ കൊണ്ട് നിറയും. എന്റെ തലമുറ അഭിഷേക തലമുറയാകും. എന്റെ സഭയിൽ ശക്തമായ ആത്മപകർച്ചയുണ്ടാകും. ആത്മപകർച്ച, ആത്മപകർച്ച, ആത്മാവിന്റെ പകർച്ച. അന്ധകാര ശക്തികളെ ജയിക്കും ഞാൻ കൃപയാൽ. ദൈവവചനത്തിന്റെ ശക്തിയാൽ അന്ധകാര ശക്തികളെ ആമേൻ 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 ആമേൻ. ഞാൻ കൃപയാൽ. പരിശുദ്ധമ്മേ, സഭയുടെ അമ്മേ, പരിശുദ്ധാത്മാവിന്റെ മണവാട്ടി, ദൈവവചനത്തിന്റെ നാഥേ, സുവിശേഷവൽക്കരണത്തിന്റെ നക്ഷത്രമേ, അമ്മ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണം. ഈ 37ാമത് ഈ പോട്ട ദേശീയ ബൈബിൾ കൺവെൻഷൻ 4ാം ദിനത്തിലെ ശുശ്രൂഷകളിൽ വലിയ ആത്മപകർച്ചയുണ്ടാകുവാൻ പരിശുദ്ധാത്മാവ് ഇന്നേ ദിനത്തിലെ എല്ലാ ശുശ്രൂഷകളെയും ഏറ്റെടുത്ത് നിയന്ത്രിക്കുവാൻ അമ്മ മാതാവേ ഞങ്ങൾക്കായി കൺവെൻഷനായി പ്രാർത്ഥിക്കണം. ശൗസേ പിതാവേ, ശപത്രോസ് പോലോസ് സ്ലീഹന്മാരെ, പിതാവായ തോമാസ് സ്ലീഹായി മറ്റു സ്ലീഹരെ, സകല വിശുദ്ധരെ, മലാക്കന്മാരെ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണമേ. ഈശോ മിശിഹായുടെ എല്ലാ വാഗ്ദാനങ്ങളും ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരന്റെ പരിശുദ്ധ ദൈവമാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ആമേൻ ആമേൻ. ഇടിമുഴക്ക ശക്തിയോടെ രാമേൻ പറഞ്ഞേ. ആമേൻ. നമ്മളെല്ലാവരും ശാന്തമായിട്ടിരിക്കുന്നു. പരിശുദ്ധാത്മാവെല്ലാം ഏറ്റെടുത്തിരിക്കുകയാണ്. യെസ്, ഇവിടെ ആത്മാവ് വന്നിട്ടുണ്ട്. പരിശുദ്ധാത്മാവാണ് നമ്മോട് സംസാരിക്കുന്നത്. പരിശുദ്ധാത്മാവാണ് നമ്മുടെ മധ്യയെ പരിവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. ഇത് പരിശുദ്ധാത്മാവിൻ്റെ സമയമാണ്. തൻ്റെ ജനത്തിൻ്റെ മേൽ ആത്മാവ് പ്രവർത്തിക്കുന്ന അഭിഷേകത്തിൻ്റെ സമയമാണിത്. ഇറ്റ് ഈസ് ദ ടൈം ഓഫ് ദ ഹോളി സ്പിരിറ്റ്. ഇത് പരിശുദ്ധാത്മാവിൻ്റെ സമയമാണ് എന്ന് വിശ്വസിക്കുന്നവർ ഉച്ചത്തിൽ ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇടതും വലതിരിക്കുന്ന വ്യക്തിയോട് നിങ്ങൾ കൃപയോടെ പറഞ്ഞേ, ഇത് പരിശുദ്ധാത്മാവിന്റെ സമയമാണ്. പറഞ്ഞേ, ഇറ്റ് ഈസ് എ ടൈം ഓഫ് ദ ഹോളി സ്പിരിറ്റ്. ഇറ്റ് ഈസ് എ ടൈം ഓഫ് ദ ഹോളി സ്പിരിറ്റ്. തന്റെ ജനത്തിനു വേണ്ടി ആത്മാവ് പ്രവർത്തിക്കുന്ന സമയം. തന്റെ ജനത്തെ സുഖപ്പെടുത്തുവാൻ, തന്റെ ജനത്തെ അനുഗ്രഹിക്കുവാൻ, തന്റെ ജനത്തെ വിശുദ്ധീകരിക്കുവാൻ, തന്റെ ജനത്തെ അഭിഷേകം ചെയ്യുവാൻ, തന്റെ ജനത്തെ സുഖപ്പെടുത്തുവാൻ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്ന് പ്രവർത്തിക്കുന്ന സമയം. യെസ്, ഇത് അഭിഷേകത്തിന്റെ സമയമാണ്. എൻ്റെ സഹോദരങ്ങളെ, വിശുദ്ധനായ പോൾ 6-ാമൻ മാർപ്പാപ്പ സഭയ്ക്ക് വളരെ അനുഗ്രഹീതനായൊരു മാർപ്പാപ്പയായിരുന്നു. തൻ്റെ സഭാഭരണകാലത്ത് മാർപ്പാപ്പ ഇപ്രകാരം ദൈവജനത്തോട് പറഞ്ഞു, നമ്മൾ പരിശുദ്ധാത്മാവിൻ്റെ കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത്. ഇത് പരിശുദ്ധാത്മാവിൻ്റെ സമയമാണ്. ഇത് പരിശുദ്ധാത്മാവിൻ്റെ യുഗമാണ്. ഇത് പരിശുദ്ധാത്മാവ് സജീവമായി പ്രവർത്തിക്കുന്ന ഒരു തലമുറയാണ്. മാർപ്പാപ്പ പറഞ്ഞു, ഇത് പരിശുദ്ധാത്മാവിൻ്റെ സമയമാണ്. യെസ്, ഇറ്റ് ഈസ് എ ടൈം ഓഫ് ദ ഹോളി സ്പിരിറ്റ്. ഇത് ആത്മാവിൻ്റെ സമയമാണ്. എൻ്റെ സഹോദരങ്ങളെ, പരിശുദ്ധാത്മാവ് തൻ്റെ സഭയിൽ ശക്തമായി
പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന കൃപയുടെ സമയം. എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. വീണ്ടും ഈ കൺവെൻഷനിൽ ദൈവത്തിൻ്റെ വചനം പങ്കുവയ്ക്കുവാൻ കർത്താവ് കൃപ തന്നു. സ്നേഹ ബഹുമാനപ്പെട്ട ബിനോയച്ചനെ ഓർത്തും, അതുപോലെ ഫ്രാൻസിസ് അച്ഛനെ ഓർത്തും, തോമസ് അച്ഛനെ ഓർത്തും, നമുക്ക് എല്ലാവർക്കും ഏറ്റവും അനുഗ്രഹമായി നമ്മുടെ പനക്കിലച്ഛൻ നമ്മോടൊപ്പമുണ്ട്. പനക്കിലച്ഛനെ ഓർത്തും മറ്റെല്ലാ വന്യ വൈദികരെ ഓർത്തും നന്ദിയോടെ കർത്താവിനെ സ്തുതിക്കുകയാണ്. എൻ്റെ സഹോദരങ്ങളെ, ഇത് ശക്തമായ ആത്മപകർച്ചയുടെ സമയമാണ്. ഇത് പരിശുദ്ധാത്മ പകർച്ചയുടെ സമയമാണ്. ഹഗായി പ്രവചനം 2-ാം അധ്യായം 7-ാം വചനത്തിൽ ദൈവത്തിൻ്റെ വചനം പറയുന്നു. ഹഗായി പ്രവചനം 2:7 എന്താണ് വചനം പറയുന്നത്? ഞാൻ എല്ലാ ജനതകളെയും കുലുക്കും. ആ വചനം നിങ്ങൾ ശ്രദ്ധിക്കണമേ. ഞാൻ എല്ലാ ജനതകളെയും കുലുക്കും. ഇത് ഭൂമി കുലുക്കമല്ല. എല്ലാ ജനതകളിലും വെളിപ്പെടുന്ന ആത്മാവിൻ്റെ പകർച്ചയാണ്. ഇത് പരിശുദ്ധാത്മാവിൻ്റെ പകർച്ചയാണ്. ഇത് പരിശുദ്ധാത്മാഭിഷേകമാണ്. ജനതകളിൽ, ദേശങ്ങളിൽ, രാജ്യങ്ങളിൽ വ്യാപരിക്കുന്ന പരിശുദ്ധാത്മ ശക്തിയെക്കുറിച്ചാണ് ഹഗായി പ്രവാചകൻ ആത്മാവിൽ പ്രവചിക്കുന്നത്. ഞാൻ എല്ലാ ജനതകളെയും കുലുക്കും. എല്ലാ ജനതകളും കർത്താവിന്റെ മഹത്വം ദർശിക്കും. വിശ്വസിച്ച ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. ആ ഒരു സമയത്തിലേക്ക് പരിശുദ്ധാത്മാവ് തൻ്റെ ജനത്തെ കൊണ്ടുവന്നിരിക്കുകയാണ്. എൻ്റെ സഹോദരങ്ങളെ, ഞാൻ ഈ ഒരു വർഷം 2026 ഈ ഒരു വർഷത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് എൻ്റെ ഹൃദയത്തിൽ ശക്തമായി നൽകിയ ഒരു പ്രവചന വചനമായിരുന്നു ജോയേൽ പ്രവചനം 2-ാം അധ്യായം 25-ാമത്തെ തിരുവചനം. ജോയേൽ പ്രവചനം 2:25. അവിടെ ദൈവത്തിൻ്റെ വചനം പറയുകയാണ്, നഷ്ടപ്പെട്ടുപോയ വിളവുകൾ ഞാൻ നിങ്ങൾക്ക് തിരിച്ചു നൽകും. ഇതൊരു പ്രോമിസാണ്. ഇത് കർത്താവിൻ്റെ ഒരു വാഗ്ദാനമാണ്. തൻ്റെ ജനത്തെ നോക്കി കർത്താവ് പറയുകയാണ്. എന്താ പറയുന്നത്? നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ വിളവുകൾ ഞാൻ തിരിച്ചു നൽകും. നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ വിളവുകൾ. ഏതാണ് ഈ വിളവുകൾ? ആത്മീയമായ കൃപകൾ, ആത്മാവിൻ്റെ അഭിഷേകം, ആത്മസാന്നിധ്യം, ആത്മശക്തി, പരിശുദ്ധാത്മാവിൻ്റെ സമാധാനം, ആത്മാവ് തരുന്ന ആനന്ദം. നമ്മുടെ വ്യക്തി ജീവിതത്തിൽ, കുടുംബങ്ങളിൽ ഇന്ന് ഇതെല്ലാം ഒത്തിരി നഷ്ടപ്പെട്ടു പോയി പ്രിയപ്പെട്ടവരെ. ആനന്ദമില്ലാത്ത, സമാധാനമില്ലാത്ത, വളരെ പ്രശ്ന സങ്കീർണമായ നമ്മുടെ കുടുംബങ്ങൾ, നമ്മുടെ കൂട്ടായ്മകളിൽ സ്നേഹം ശുഷ്കമായി പോകുന്നു. സ്നേഹരാഹിത്യം, ആത്മാവിൻ്റെ സ്നേഹം നമ്മുടെ കൂട്ടായ്മകളിൽ വളരെ വളരെ കുറഞ്ഞു പോകുന്നു. അതുപോലെ ഭൗതികമായ നന്മകൾ. നമ്മൾ ഇന്ന് ഒരു തകർച്ചയിലേക്ക് പോകുന്നു. നമ്മുടെ ബിസിനസ്സുകൾ തകരുന്നു. നമ്മുടെ കാർഷിക മേഖലകൾ തളർച്ചയിലേക്ക് പോകുന്നു. നമ്മുടെ ഭൗതിക തലങ്ങൾ വളരെ തകർച്ചയിലാകുന്നു. എൻ്റെ സഹോദരങ്ങളെ, കർത്താവ് തന്റെ ജനത്തോട് പറയാ, നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ വിളവുകൾ ഞാൻ തിരിച്ചു നൽകും. വിശ്വസിച്ച ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. ഈ വിളവുകൾ തിന്നു തീർത്ത കമ്പിളിപ്പുഴുക്കളെയും വെട്ടുകിളികളെയും പച്ചക്കുതിരകളെയും ഞാൻ ശാസിക്കും. എൻ്റെ ജനത്തിൽ നിന്ന് ഞാൻ വെട്ടുകിളികളെ ശാസിക്കും. എൻ്റെ ജനത്തിൽ നിന്ന് കമ്പിളിപ്പുഴുക്കളെ ഞാൻ ശാസിക്കും. എൻ്റെ ജനത്തിൽ നിന്ന് പച്ചക്കുതിരകളെ ഞാൻ ശാസിക്കും. എൻ്റെ സഹോദരങ്ങളെ, ഏതാണ് ഈ കമ്പിളിപ്പുഴു? ഏതാണ് ഈ പച്ചക്കുതിര? ഏതാണ് ഈ വെട്ടുകിളികൾ? നമ്മൾ ബാഹ്യമായി കാണുന്ന വെട്ടുകിളികളല്ല, അല്ലെങ്കിൽ കമ്പിളിപ്പുഴുക്കളല്ല. ഇത് ദൈവജനത്തിൻ്റെ മേൽ പകരപ്പെടുന്ന നന്മകളെ, ദൈവകൃപകളെ, ദൈവാനുഗ്രഹത്തെ, ദൈവിക അഭിഷേകത്തെ, ദൈവിക സമാധാനത്തെ, ദൈവിക ആനന്ദത്തെ, ദൈവസ്നേഹത്തെ തടസ്സപ്പെടുത്തുന്ന പൈശാചിക ശക്തികളാണ്. കർത്താവ് പറയുന്നു, എൻ്റെ ജനത്തിൻ്റെ മേലുള്ള, എൻ്റെ കുടുംബങ്ങളുടെ മേലുള്ള, എൻ്റെ കൂട്ടായ്മകളുടെ മേലുള്ള പൈശാചിക ശക്തികളെ ഞാൻ ശാസിക്കും. എൻ്റെ ജനത്തിന് നഷ്ടപ്പെട്ടു പോയ അനുഗ്രഹങ്ങൾ, എൻ്റെ ജനത്തിന് നഷ്ടപ്പെട്ടു പോയ അഭിഷേക കൃപകൾ, എൻ്റെ ജനത്തിന് നഷ്ടപ്പെട്ടു പോയ ദൈവിക സമാധാനം, ദൈവാനുഗ്രഹം ഞാൻ വീണ്ടും തിരിച്ചു നൽകുന്ന കൃപയുടെ സംവത്സരങ്ങളിലേക്കാണ് എൻ്റെ ജനത്തെ ഞാൻ ഇനി നയിക്കാൻ പോകുന്നത്. വിശ്വസിച്ച് ആനന്ദത്തോടെ കരമടിച്ച് കർത്താവിനെ സ്തുതിച്ച് നല്ലൊരു കൈയടി കൊടുത്ത്, നല്ലൊരു കൈയടി. സ്തുതിക്കുന്നു. എൻ്റെ സഹോദരങ്ങളെ, 2033 നമ്മുടെ കർത്താവിൻ്റെ മഹാജൂബിലിക്കായി
തിരുസഭ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഈ മഹാജൂബിലിക്ക് വെറും 7 വർഷങ്ങളെ ബാക്കിയുള്ളൂ. പരിശുദ്ധാത്മാവ് തൻ്റെ ജനത്തിന് 7 കൃപയുടെ സംവത്സരങ്ങൾ നൽകുകയാണ്. 7 കൃപയുടെ സംവത്സരങ്ങൾ. നിങ്ങൾ ശ്രദ്ധിക്കണം, ഇതുവരെ കാണാത്ത വിധത്തിലുള്ള പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനങ്ങൾ ലോകമിനെ കാണാൻ പോവാണ്. സഭയിൽ ശക്തമായ പരിശുദ്ധാത്മാവിൻ്റെ ഉണർവിൻ്റെ കാറ്റ് വീശിയടിക്കും. അനേകായിരങ്ങൾ കർത്താവിൻ്റെ സാക്ഷികളായി സമർപ്പണം നടത്തുമാറ് പരിശുദ്ധാത്മാവ് അനേകം ജീവിതങ്ങളെ അഭിഷേകം ചെയ്യുന്ന സമയം, പല ജീവിതങ്ങളും ക്രിസ്തുവിനായി രൂപാന്തരപ്പെടുന്ന സമയം, പൈശാചിക കോട്ടകൾ തകർക്കപ്പെടുന്ന സമയം, സാത്താൻ അടിസ്ഥാനങ്ങൾ ഛിന്നഭിന്നമാകുന്ന സമയം, ദൈവജനത്തിന് നാശം ആഗ്രഹിക്കുന്ന അന്ധകാര ശക്തികൾ ചെതറിപ്പോകുന്ന സമയം. സഹോദരങ്ങളെ, ഇത് പരിശുദ്ധാത്മാവിന്റെ സമയമാണ്. ഹല്ലേലൂയ പറഞ്ഞേ. It is the time of the Holy Spirit. ഇത് പരിശുദ്ധാത്മാവിന്റെ സമയമാണ്. ഇടതും വലതിരിക്കുന്ന വ്യക്തികളെ നോക്കി കൃപയോട് ഉച്ചത്തിൽ പറ, ഇത് പരിശുദ്ധാത്മാവിന്റെ സമയമാണ്. പറഞ്ഞേ, പരിശുദ്ധാത്മാവിന്റെ സമയമാണ്. അഭിഷേകം സ്വീകരിച്ചു പറഞ്ഞത് പരിശുദ്ധാത്മാവിന്റെ സമയമാണ്. പരിശുദ്ധാത്മാവിന്റെ സമയമാണ്. ഒരു പുതിയ അഭിഷേകത്തിലേക്ക്, ഒരു പുതിയ കൃപയിലേക്ക്, ഒരു പുത്തൻ സൗഖ്യത്തിലേക്ക്, ഒരു പുതിയ ദൈവസ്നേഹ അനുഭവത്തിലേക്ക് ആത്മാവ് നമ്മൾ ഉയർത്തുന്ന സമയം. 92-ാം സങ്കീർത്തനം 10-ാം വചനത്തിൽ നമ്മൾ കാണുന്നുണ്ട് സഹോദരങ്ങളെ. അവിടെ സങ്കീർത്തകനായ ദാവീദ് പറയാണ്, എൻ്റെ മേൽ എൻ്റെ ദൈവം പുതിയ തൈലമൊഴിച്ചു, എൻ്റെ കൊമ്പ് കാട്ടുപോത്തിന്റെ കൊമ്പ് പോലെ ഉയർത്തപ്പെട്ടു. എൻ്റെ ദൈവം എൻ്റെ മേൽ പുതിയ തൈലം. പറഞ്ഞേ, പുതിയ തൈലം. എല്ലാവരും പറഞ്ഞേ, പുതിയ തൈലം. ഉറക്കെ പറഞ്ഞേ, പുതിയ തൈലം. പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ ഇന്ന് ഈ പുതിയ തൈലം ഒഴിക്കുവാൻ ആഗ്രഹിക്കുന്ന എത്ര പേര് ഇവിടെയുണ്ട്? എത്ര പേര് ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നുണ്ട്? അവർ ഉച്ചത്തിൽ ഹല്ലേലൂയ പറഞ്ഞേ. പുതിയ തൈലം, ഫ്രഷ് 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 അനോയിന്റിംഗ്, ഒരു പുതിയ അഭിഷേകം, ഒരു പുതിയ ശക്തി, ഒരു പുതിയ കൃപയിലേക്ക് തൻ്റെ ജനത്തെ പരിശുദ്ധാത്മാവ് നയിക്കുന്ന സമയമാണിത്. എൻ്റെ സഹോദരങ്ങളെ, നമ്മളത് വിശ്വസിക്കണം. ആത്മാവിൻ്റെ പ്രവർത്തനങ്ങളെ നമ്മൾ വിശ്വസിക്കണം. എൻ്റെ കൊമ്പ് കാട്ടുപോത്തിന് കൊമ്പ് പോലെ എൻ്റെ കർത്താവ് ഉയർത്തി. അവിടെ ഞാൻ അനുഗ്രഹിച്ചുയർത്തി, അഭിഷേകത്തിൽ ഉയർത്തി, ദൈവശക്തിയാ എൻ്റെ കർത്താവിനെ ഉയർത്തി. എൻ്റെ സഹോദരങ്ങൾ, ഇത് മനസ്സിലാക്കുക. വീണ്ടും ന്യായാധിപന്മാരുടെ പുസ്തകം 14-ാം അധ്യായം 6-ാം വചനത്തിലോട്ട് വരുമ്പോൾ അവിടെ സാംസനെ കുറിച്ചാണ് വചനം പറയുന്നത്. സാംസന്റെ മേൽ പരിശുദ്ധാത്മാവ് ശക്തമായി ഇറങ്ങി വന്നു, അവനിൽ ആത്മാവ് ശക്തമായി പ്രവർത്തിച്ചു. നമ്മൾ വിഷയത്തിൽ ഈ വചന ശുശ്രൂഷയുടെ പ്രധാന ഭാഗത്തേക്ക് നമ്മൾ വരികയാണ്. ഞാൻ വിശ്വസിക്കുന്ന സഹോദരങ്ങളെ, പരിശുദ്ധാത്മാവ് ശക്തമായി പ്രവർത്തിക്കുന്നൊരു സമയമാണ്. ഒരു പുതിയ പെന്തക്കോസ്തയുടെ സമയം. പരിശുദ്ധാത്മാവിൻ്റെ ഒരു 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 പുതിയ കൃപയുടെ സംവത്സരങ്ങളിലേക്ക് തൻ്റെ ജനത്തെ, തൻ്റെ സഭയെ, തൻ്റെ സമൂഹങ്ങളെ ആത്മാവ് നയിക്കുന്നൊരു സമയമാണിത്. അവൻ്റെ മേൽ ശക്തിയോടെ പരിശുദ്ധാത്മ പ്രവർത്തിക്കാൻ തുടങ്ങി. ശ്രദ്ധിക്കണം നിങ്ങൾ, സാംസന്റെ മേൽ പരിശുദ്ധാത്മാവ് ശക്തിയോടെ പ്രവർത്തിക്കുവാൻ തുടങ്ങി. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ഒരിക്കൽ കൂടെ പരസ്പരം പറഞ്ഞേ, പരിശുദ്ധാത്മാവ് ശക്തിയോടെ പ്രവർത്തിക്കുന്ന സമയം. എല്ലാവരും പറഞ്ഞ്, പരിശുദ്ധാത്മാവ് ശക്തിയോടെ പ്രവർത്തിക്കുന്ന സമയം. എന്തുകൊണ്ടാണ് ഇപ്രകാരം ആത്മാവ് ശക്തമായി പ്രവർത്തിക്കുന്നത്? പൗലോസ് സഭയെ പഠിപ്പിച്ചു. നമ്മൾ ഇന്ന് കാണുന്ന വാർത്തകള് നമ്മൾ ഒരുപാട് നൊമ്പരപ്പെടുത്തുന്നുണ്ട്. രാഷ്ട്രീയ കൊലപാതകങ്ങള്, വഴിവിട്ട ലൈംഗിക രാജകത്വങ്ങള്, പാപം മ്ലേച്ഛതകള്, അതുപോലെയുള്ള സുഖലോലുപതിയുടെ വെറിക്കുത്തുകള്, ഒരുപാട് തരത്തിലുള്ള ദുഷിപ്പുകള്, അക്രമങ്ങള്, അതുപോലെ തന്നെ മതതീവ്രവാദ ശക്തികള്, നിരീശ്വര ശക്തികളുടെ അഴിഞ്ഞാട്ടങ്ങള് എന്നുവേണ്ട ഒരുപാട് ദുഷിപ്പുകള് ഈ കാലഘട്ടത്തിൽ നമ്മൾ കാണുന്നുണ്ട്. എന്നാൽ സഹോദരങ്ങളെ, ഇതിനെ മറികടക്കുന്ന വിധത്തിൽ, ഇതിനപ്പുറമായി പരിശുദ്ധാത്മാവ് ശക്തമായി തൻ്റെ സഭയിലും തന്നെ സ്നേഹിക്കുന്ന, തന്നിൽ വിശ്വസിക്കുന്ന, തന്നെ ആദരിക്കുന്ന, തന്നെ ആശ്രയിക്കുന്നവരുടെ ജീവിതങ്ങളിലൂടെ, ശുശ്രൂഷകളിലൂടെ ഇന്ന് ലോകത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. ആ പ്രവർത്തനങ്ങൾ ഇനി ശക്തിപ്പെടാൻ പോവുക.
ആ പ്രവർത്തനങ്ങൾ ഇനി ശക്തിപ്പെടാൻ പോവാ. കാരണം ഇത് വലിയ ആത്മപകർച്ചയുടെ സമയമാണ്. ഹല്ലേലൂയ. ആത്മപകർച്ചയുടെ സമയം. ആമേൻ. ആദ്യ പെന്തക്കോസ്തിൽ വെളിപ്പെട്ടതിനേക്കാൾ ശക്തമായ ഒരു ആത്മപകർച്ച ജനതകളിൽ വെളിപ്പെടുന്ന കൃപയുടെ സമയം. ആമേൻ. ഞാൻ എല്ലാ ജനതകളെയും കുലുക്കും. എല്ലാ ജനതകളെയും എങ്ങനെ കുലുക്കും? അഭിഷേക ശക്തിയാലെ, പരിശുദ്ധാത്മ ശക്തിയാലെ, ദൈവശക്തിയാലെ എല്ലാ ജനതകളെയും ഞാൻ കുലുക്കും. ജനപദങ്ങൾ കർത്താവായ യേശുവിനെ കണ്ടുമുട്ടുവാൻ പരിശുദ്ധാത്മാവിടെ വരുത്തൂ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ശക്തിയോടെ കൈയടിച്ച് കർത്താവിനെ സ്തുതിച്ച് ഹല്ലേലൂയ. 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 കർത്താവെ സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. യേശുവേ ആരാധന. അതുകൊണ്ട് പൗലോസ് പറയുന്നത് എഫെസസ്കാർക്കുള്ള ലേഖനം 5:16 പറയാണ്, ഇപ്പോൾ തിന്മയുടെ ദിനങ്ങളാണ്. എന്താ പറയുന്നത്? ഇപ്പോൾ തിന്മയുടെ ദിനങ്ങളാണ്. ഞാൻ ഉച്ചത്തിൽ പറഞ്ഞപ്പോൾ തിന്മയുടെ ദിനങ്ങളാണ്. ആ ദിനത്തിന്റെ പ്രത്യേകതകളാണ് ഇന്ന് ലോകത്തിൽ, ദേശങ്ങളിൽ, രാജ്യങ്ങളിലൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ അരാജകത്വങ്ങളും ആക്രമണങ്ങളും കൊലപാതകങ്ങളും വഴിവിട്ട പാപ മ്ലേച്ഛതകളും എല്ലാവിധത്തിലുള്ള തിന്മകളും ദുഷിപ്പുകളെല്ലാം ഈ തിന്മയുടെ അടയാളങ്ങളാണ് സഹോദരങ്ങളെ. എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. എന്നാൽ ഇതിൻ്റെ മധ്യേ ഇതിലൂടെയെല്ലാം പരിശുദ്ധാത്മാവ് ശക്തമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ആത്മാവ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ ശ്രദ്ധിക്കണം. പരിശുദ്ധാത്മാവ് നമുക്ക് നൽകുന്ന ഈ സമയത്തിൽ ആത്മാവിൻ്റെ പ്രവർത്തനങ്ങൾ എപ്രകാരമാണ് വെളിപ്പെടുന്നത് നിങ്ങൾ ശ്രദ്ധിക്കുക. ഒന്നാമതായി എൻ്റെ പ്രിയപ്പെട്ടവരെ, അനേകർ കർത്താവിനെ കണ്ടുമുട്ടുന്നൊരു സമയമാണിത്. പരിശുദ്ധാത്മാവ് അനേകായിരങ്ങളെ കർത്താവുമായിട്ടുള്ള ഒരു എൻകൗണ്ടറിലേക്ക്, കർത്താവിനെ കണ്ടുമുട്ടുന്ന ഒരു അനുഭവത്തിലേക്ക് ആയിരങ്ങളെ, പതിനായിരങ്ങളെ പരിശുദ്ധാത്മാവ് നയിക്കുന്നൊരു അനുഭവമാണിത്. നമുക്കിത് കാണാൻ പറ്റും. അനേകം ദേശങ്ങളിൽ, രാജ്യങ്ങളിൽ ശക്തമായുള്ള പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം. എൻ്റെ സഹോദരങ്ങളെ, മധ്യപൂർവേഷ്യ രാജ്യങ്ങളിൽ ഈശോ പറഞ്ഞില്ലേ, നിങ്ങൾ കണ്ണുകളുയർത്തി നോക്കുക. നമ്മൾ നിരാശപ്പെടേണ്ട സമയമല്ല ഇത്. നമ്മൾ ദുഃഖിച്ചിരിക്കേണ്ട സമയമല്ല ഇത്. നമ്മൾ വേദനിച്ച് നൊന്തു നീറി അസ്വസ്ഥമായി നമ്മുടെ മനസ്സ് കലുഷിതമായിരിക്കേണ്ട സമയമല്ല ഇത്. ഇത് പ്രത്യാശയുടെ സമയമാണ്. ഇത് ആനന്ദത്തിൻ്റെ സമയമാണ്. ഇത് അഭിഷേകത്തിൻ്റെ സമയമാണ്. ഇത് പ്രാർത്ഥനയുടെ സമയമാണ്. ഇത് ദൈവാരാധനയുടെ സമയമാണ്. ഇത് പരിശുദ്ധാത്മാവിൻ്റെ ശക്തമായ പ്രവർത്തനത്തിൻ്റെ സമയമാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. അനേകായിരങ്ങൾ കർത്താവായ യേശുവിനെ കണ്ടുമുട്ടുമാറ് പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്ന സമയം. നിങ്ങൾക്കറിയാം എൻ്റെ സഹോദരങ്ങളെ, അനേക രാജ്യങ്ങളിൽ ശക്തമായ ആത്മപകർച്ച. ഇറാനിൽ നമുക്കറിയാം, വളരെ ഒരു കടുത്ത ഇസ്ലാമിക രാജ്യമാണ് ഇറാൻ. എന്നാൽ ഇന്ന് പതിനായിരങ്ങളാണ് ദൈവത്തിൻ്റെ വചനം കേട്ട് പരിശുദ്ധാത്മ പ്രവർത്തനത്തിലൂടെ ഇറാനിൽ വലിയ മാനസാന്തരങ്ങൾ സംഭവിക്കുന്നു, കൂട്ടമാനസാന്തരങ്ങൾ സംഭവിക്കുന്നു. പതിനായിരങ്ങൾ കർത്താവിനെ കണ്ടുമുട്ടി. ഓരോ ദിവസവും അനേകായിരങ്ങളാണ് യേശു ക്രിസ്തുവിനെ ഏക രക്ഷകരും ഏക കർത്താവുമായി സ്വീകരിച്ച് തങ്ങളുടെ ജീവിതത്തെ ക്രിസ്തുവിനായി സമർപ്പിച്ചു കൊണ്ടിരിക്കുന്നത്. പതിനായിരങ്ങൾ. ഈ അടുത്ത് അവിടെ മാനസാന്തരപ്പെട്ട ഒരു വ്യക്തി, അദ്ദേഹത്തിൻ്റെ പേര് പ്രകാരമാണ്. എൻ്റെ സഹോദരങ്ങളെ, ആ മനുഷ്യൻ പറഞ്ഞൊരു കാര്യം എന്നെ അത്ഭുതപ്പെടുത്തി. ഇറാനിൽ കർത്താവേ ഞങ്ങളോട് സംസാരിക്കണമേ. ഇറാനിലെ അവിടെ നടക്കുന്ന പരിശുദ്ധാത്മ പ്രവർത്തനങ്ങളെ കുറിച്ച്, ആത്മാവിൻ്റെ ഇടപെടലുകളെ കുറിച്ചുള്ള ഹോർമൂസ് എന്നാണ് മനുഷ്യന്റെ പേര്. ഹോർമൂസ്. അദ്ദേഹം ഒരു കടുത്ത ഇസ്ലാമിക വിശ്വാസം സ്വീകരിച്ചൊരു, അതിൽ ജീവിച്ചൊരു മനുഷ്യനായിരുന്നു. എന്നാൽ എൻ്റെ സഹോദരങ്ങളെ, പരിശുദ്ധാത്മാവിൻ്റെ ശക്തമായ പ്രവർത്തനം വഴി അദ്ദേഹം യേശുക്രിസ്തുവിനെ കണ്ടുമുട്ടി. യേശുക്രിസ്തുവിനെ തൻ്റെ ഏകരക്ഷകനായി സ്വീകരിച്ചു. അദ്ദേഹം പറയാണ്, ഇന്ന് ഇറാന്റെ മണ്ണിൽ ആയിരങ്ങളല്ല, പതിനായിരങ്ങളല്ല, ജനലക്ഷങ്ങളാണ് കർത്താവായ യേശുവിനെ കണ്ടുമുട്ടി തങ്ങളുടെ ജീവിതത്തിൻ്റെ ഏകരക്ഷകനായി യേശുക്രിസ്തുവിനെ സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നത്. ഞാൻ ഈ അടുത്ത നാളുകളിൽ ഇന്ത്യക്ക് വെളിയിലുള്ള രാജ്യത്ത് ഒരു ശുശ്രൂഷയ്ക്ക് പോയി. എൻ്റെ സഹോദരങ്ങളെ, ആ രാജ്യത്ത് ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഒരു 19 വയസ്സ് പ്രായമുള്ള ഒരു നല്ല മിടിമിടുക്കിയായ ഒരു പെൺകുട്ടിയെ ഞാൻ കണ്ടു. അവളുടെ ആദ്യ പേര്
ബൂർസ നൂർ എന്നായിരുന്നു. അവൾ എന്നോട് പറഞ്ഞു, ബ്രദർ, ഞാനൊരു യാഥാസ്ഥിതിക മുസ്ലിം കുടുംബത്തിൽ ജനിച്ചവളായിരുന്നു. കുഞ്ഞുനാൾ മുതൽ എൻ്റെ ഉള്ളിലൊരു ചിന്തയുണ്ടായിരുന്നു, ആരാണ് ഏക സത്യ ദൈവം, ആരാണ് ഏക സത്യ ദൈവം. ഏക സത്യ ദൈവത്തെ കണ്ടുമുട്ടുവാനും ആ ദൈവത്തെ ആരാധിക്കുവാനും കുഞ്ഞുനാൾ മുതൽ ഈ പെൺകുട്ടി ആഗ്രഹിച്ചു. എന്നാൽ ഏകദേശം തന്നൊരു ടീനേജറായി തൻ്റെ 15-ാമത്തെ വയസ്സിൽ അവൾ ഒരു ദിവസം രാത്രിയിൽ കിടന്നുറങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് അവളുടെ മുറിയിൽ ഒരു വലിയ പ്രകാശം നിറഞ്ഞു. അവളൊരു ശബ്ദം കേൾക്കുകയാണ്, ഐ ആം ദ ലോർഡ്, ഞാനാകുന്നു കർത്താവ്, ഞാനാകുന്നു കർത്താവ്, ഐ ആം ദ ലോർഡ്. ആ 15 വയസ്സുള്ള ബുർസ നൂർ എന്ന് പറയുന്ന ആ പെൺകുട്ടിക്ക് മനസ്സിലായി, ഏക സത്യ ദൈവം അത് കർത്താവായ യേശു ക്രിസ്തുവാണ്. യേശുവാണ് ഏക രക്ഷകൻ, യേശുവാണ് ഏക സത്യ ദൈവം. അവൻ യേശു ക്രിസ്തുവിനെ തന്റെ ജീവിതത്തിന്റെ ഏക രക്ഷകനും ഏക കർത്താവുമായി സ്വീകരിച്ചു. പ്രിയ ദൈവമക്കളെ, നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണമേ. ഓൺലൈനിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, നിങ്ങൾ ശ്രദ്ധയോടെ ഈ വചനങ്ങൾ ശ്രവിക്കണമേ. സംഭവിച്ചെന്താണെന്നറിയോ? അവളുടെ കുടുംബത്തിൽ അവൾക്ക് ഒരുപാട് ദ്രോഹമുണ്ടായി. അവളുടെ സഹോദരങ്ങൾ അവൾ ഉപദ്രവിച്ചു, മാനസികമായും ശാരീരികമായും അവളെ പീഡിപ്പിച്ചു. അവളുടെ അമ്മ അവളുടെ കയ്യിലുണ്ടായിരുന്ന കുഞ്ഞു ബൈബിള് അത് കത്തിച്ചു കളഞ്ഞു. ഒരുപാട് പീഡനമുണ്ടായി. പക്ഷേ ആ പെൺകുട്ടി പറഞ്ഞു, ഇല്ല, എനിക്ക് യേശു മതി, എനിക്ക് എൻ്റെ യേശു മതി, ഞാൻ യേശുവിനെ ഉപേക്ഷിക്കില്ല. കാരണം യേശു ക്രിസ്തുവിനെ ശക്തമായി സാക്ഷ്യം വഹിക്കുവാനുള്ള ഒരു ആത്മശക്തി പരിശുദ്ധാത്മാവ് ആ പെൺകുഞ്ഞിന് നൽകിയിരുന്നു. ഇത് ആത്മാവിന്റെ സമയമാണ്, ഇത് പരിശുദ്ധാത്മാവിന്റെ സമയമാണ്. ദേശങ്ങളിൽ, രാജ്യങ്ങളിൽ, ജനതകളിൽ ശക്തിയോടെ ആത്മാവ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന സമയം. ഇരുകരങ്ങൾ ഉയർത്തി 3 പ്രാവശ്യം ഹൃദയം തുറന്ന് ഒന്ന് വിളിച്ച്, പരിശുദ്ധാത്മാവേ, സ്നേഹത്തോടെ വിളിച്ച്, പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, ഹോളി സ്പിരിറ്റ്, പരിശുദ്ധാത്മാവേ, വിളിച്ചു ഹല്ലേലൂയ, 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 ആമേൻ, 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 ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആത്മശക്തിയുടെ വ്യാപരിക്കണം. രോഗികളെ സുഖപ്പെടുത്തുന്ന ശക്തിയാണ്, പൈശാചിക കെട്ടുകളെ പൊട്ടിക്കുന്ന ശക്തിയാണ്, അന്ധകാര കോട്ടകളെ തകർക്കുന്ന ശക്തിയാണ്. തന്റെ ജനത്തിന്റെ മേൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി വരട്ടെ, ഇറങ്ങി വരട്ടെ, ഇറങ്ങി വരട്ടെ. സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. Jesus, Jesus, Jesus. ഞാൻ ശക്തമായ ആത്മസാന്നിധ്യം അനുഭവിക്കുന്നു. ഇതാ ഈ സമൂഹത്തിലേക്ക് ഒരു അഭിഷേക പകർച്ച പരിശുദ്ധാത്മ നൽകിക്കൊണ്ടിരിക്കുന്നു. പ്രാപിച്ചോ, നിങ്ങൾ ഏറ്റെടുത്തോ, receive ചെയ്തോ. സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു പരിശുദ്ധ. ആ പെൺകുഞ്ഞിന് മനസ്സിലായി, യേശു ക്രിസ്തുവാണ് ഏക സത്യ ദൈവം. എൻ്റെ സഹോദരങ്ങളെ, അവളെ വീട്ടിൽ നിന്ന് അവളെ പുറത്താക്കി, ഒരുപാട് പീഡനങ്ങൾ ഉണ്ടായി. പക്ഷെ അവൾ യേശുവിനെ അധികമായി സ്നേഹിച്ചു. കർത്താവായ യേശുവിനെ അധികമായി സ്നേഹിക്കുവാൻ പരിശുദ്ധാത്മാവ് അവൾക്ക് ശക്തി നൽകി. ആത്മാവ് അവൾക്ക് ബലം കൊടുത്തു, ആത്മാവ് അവൾക്ക് അഭിഷേകം കൊടുത്തു. എൻ്റെ സഹോദരങ്ങളെ, അവൾ പറയാ, 2 വർഷങ്ങൾക്ക് മുൻപ് അവൾ മാമോദീസ സ്വീകരിച്ച് അവൾ പരിശുദ്ധ കത്തോലിക്ക സഭയിൽ ചേർക്കപ്പെട്ടു. അവൾ എന്നോട് കണ്ണുനീരോടെ പറഞ്ഞു, ഞാൻ ആ പെൺകുട്ടിയെ നോക്കി യേശുവിനെ കുറിച്ച് പറയുമ്പോൾ അവളുടെ ഹൃദയം ജ്വലിക്കുകയാണ്, അവളുടെ ഹൃദയം തുടിക്കുകയാണ്. ഈ വാക്കുകളെല്ലാം അവൾ കണ്ണീരോടെ പറഞ്ഞത്. അത്രമാത്രം കർത്താവിനെ സ്നേഹിക്കുന്ന ഒരു വിശുദ്ധാത്മാവ്, നിഷ്കളങ്കമായ ഒരു ആത്മാവ്. അവൾ പറഞ്ഞു, ഇന്ന് ഞാൻ ബുർസ നൂറായിരുന്ന ഞാൻ ഇന്ന് എൻ്റെ കർത്താവായ യേശുവിൻ്റെ എസ്തേറാണ്. യേശുവിന്റെ എസ്തേറാണ്. നിങ്ങൾക്കറിയോ, അവള് ഒരു സമർപ്പിത ജീവിതത്തിലേക്ക് പ്രവേശിക്കാൻ, കർത്താവിൻ്റെ സമർപ്പിതയായി
കർത്താവിനെ ശുശ്രൂഷിക്കുവാൻ, ആത്മാക്കളെ നേടുവാൻ അവൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അവൾ പറഞ്ഞു, ബ്രദർ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഇത് ഒരു ബുർസ നൂറിൻ്റെ മാത്രം അനുഭവമല്ല. ഇതുപോലെ ആയിരക്കണക്കിന് ജീവിതങ്ങളെ, 10,000-കണക്കിന് ജീവിതങ്ങളെ വിവിധ ദേശങ്ങളിൽ, വിവിധ രാജ്യങ്ങളിൽ, വിവിധ ജനതകളിൽ പരിശുദ്ധാത്മാവ് യേശു ക്രിസ്തുവിന്റെ രക്ഷയിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. Yes, it is the time of the Holy Spirit. ഇത് പരിശുദ്ധാത്മാവിന്റെ സമയമാണ്. ഇത് പരിശുദ്ധാത്മാവിന്റെ സമയമാണ്. അടുത്തിരിക്കുന്ന വ്യക്തിയോട് ഉറക്കെ ഒരു 4-5 പേരോട് നിങ്ങൾ ഉച്ചത്തിൽ കൃപയോടെ പറ, ഇത് പരിശുദ്ധാത്മാവിന്റെ സമയമാണ്. ഇത് പരിശുദ്ധാത്മാവിന്റെ സമയമാണ്. Yes, time of the Holy Spirit, time of the Holy Spirit, time of the Holy Spirit. ഹല്ലേലൂയ ഹല്ലേലൂയ. ഇരുകരങ്ങൾ ഉയർത്തി ഒരിക്കൽ കൂടെ വിളിച്ച പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, അഭിഷേകം പകർന്നിടുക, അഭിഷേകം പകർന്നിടുക. ഈ ജനത്തിന് മേൽ അഭിഷേകം പകരുക, ദൈവശക്തി പകരുക, അത്ഭുത സൗഖ്യങ്ങൾ പകരുക, അത്ഭുത ഡെലിവറൻസുകൾ പകരുക. ഇപ്പോൾ ജനം വിടുതൽ പ്രാപിക്കട്ടെ, സൗഖ്യം പ്രാപിക്കട്ടെ, അനുഗ്രഹം പ്രാപിക്കട്ടെ, അഭിഷേകം പ്രാപിക്കട്ടെ, അനേകം യേശുവിനെ കണ്ടുമുട്ടട്ടെ. ശ്രദ്ധിക്കുന്നു. ഒരു സെക്കൻഡ് എഴുന്നേറ്റ് നിന്ന്. യെസ്, ഒരിക്കൽ കൂടെ എഴുന്നേറ്റ് കൈയടിച്ച് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് അഭിഷേകം ഏറ്റെടുക്കണം. കൈയടിച്ച് നന്നായി കൈയടിച്ച് ആമേൻ. ശരീരമൊക്കെ അനക്കി ആത്മാവിൽ ആടി പാടി ഒന്ന് വട്ടം കറങ്ങി ഒന്ന് വട്ടം കറങ്ങി. അഭിഷേകം പകർന്നിടുക, പുതുശക്തി പ്രാപിക്കുവാൻ. അഭിഷേകം പകർന്നിടുക, പുതുശക്തി പ്രാപിക്കുവാൻ. അഭിഷേകം പകർന്നിടുക, പുതുശക്തി പ്രാപിക്കുവാൻ. ആത്മാവേ, അഭിഷേകം പകർന്നിടുക, പുതുശക്തി പ്രാപിക്കുവാൻ. അന്ധകാര ശക്തികളെ ജയിക്കും ഞാൻ ആ കൃപയാ. അന്ധകാര ശക്തികളെ ജയിക്കും ഞാൻ ആ കൃപയാ. അന്ധകാര ശക്തികളെ ആമേൻ ജയിക്കും ഞാൻ ആ കൃപയാ. ശക്തിയോടെ അന്ധകാര ശക്തികളെ ജയിക്കും ഞാൻ ആ കൃപയാ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഈ അഭിഷേക പകർച്ചയ്ക്കായി ആഗ്രഹിച്ച നാവിന്റെ കെട്ടഴിയട്ടെ, നിന്റെ ഹൃദയത്തിന് കെട്ടഴിയട്ടെ. അതരം തുറന്ന് ഇടിമുഴക്കത്തിന്റെ ശക്തിയോടെ എല്ലാം മറന്ന് കരമുയർത്തി രക്തവിളി യേശുവേ. ശ്രദ്ധിക്കുന്നു. ജീസസ്. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ശ്രദ്ധിക്കുന്നു. ദാവീദിന്റെ കൂടാരം മുഴുവൻ ആത്മശക്തി നിറയട്ടെ. ആത്മശക്തി. Power of the Holy Spirit. Power of the Holy Spirit. Power of the Holy Spirit. ശ്രദ്ധിക്കുന്നു. അഭിഷേകം പകർന്നിടുക, പുതുശക്തി പ്രാപിക്കുവാൻ. അഭിഷേകം പകർന്നിടുക, പുതുശക്തി പ്രാപിക്കുവാൻ. അന്ധകാര ശക്തികളെ ജയിക്കും ഞാൻ ആ കൃപയാ. 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 ഹല്ലേലൂയ. സ്തുതിക്കുന്നു പരിശുദ്ധാത്മാവേ. റിലീസ്. ആമേൻ.
എല്ലാവരുടെ മേലും ആത്മാവിന്റെ പകർച്ച, ആത്മാവിന്റെ പകർച്ച, ആത്മാവിന്റെ പകർച്ച. Release, 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 release. In the name of Jesus. Hallelujah. Amen, 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 amen. ശാന്തമായിട്ടിരിക്കുക. Hallelujah. അനേകായിരങ്ങൾ കർത്താവായ ക്രിസ്തുവിനെ കണ്ടുമുട്ടുന്ന ആത്മപകർച്ചയുടെ സമയമാണിത്. എൻ്റെ സഹോദരങ്ങളെ, ഫിലിപ്പോസ് സമരിയായി പോയി കർത്താവിന്റെ വചനം പ്രസംഗിച്ചു. നിങ്ങൾ ശ്രദ്ധിക്കണം, അപ്പോസ്തല പ്രവൃത്തി 8:5 പറയാണ്, ഫിലിപ്പോസ് സമരിയ പട്ടണത്തിൽ ചെന്ന് ആ പട്ടണവാസികളോട് ക്രിസ്തുവിന്റെ സുവിശേഷം പ്രസംഗിച്ചു. നിങ്ങൾ ശ്രദ്ധിച്ച് ഇങ്ങോട്ട് നോക്കിക്കേ, നിങ്ങൾ ഈ അൾത്താരയിലേക്ക് നോക്കിക്കേ. ഫിലിപ്പോസ് ആത്മശക്തിയോടെ, ആത്മാവിന്റെ ശക്തിയോടെ ദൈവത്തിന്റെ വചനം പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോൾ 10,000ങ്ങളിലേക്ക് പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നു. ആ സമരിയ പട്ടണത്തിന്റെ മേൽ ആത്മശക്തി വീശിയടിച്ചു. ആത്മാവിന്റെ ശക്തി വീശിയടിച്ചു. ഈ 37ാമത് ഈ പോട്ട ദേശീയ ബൈബിൾ കൺവെൻഷനിൽ ഇതുപോലെ ആത്മാവിന്റെ ശക്തി വീശിയടിക്കണം. ഒരു ആത്മപകർച്ചയുടെ കാറ്റ്, അഭിഷേകത്തിന്റെ കാറ്റ്, അത്ഭുത സൗഖ്യങ്ങളുടെ കാറ്റ്, അത്ഭുത വിമോചനങ്ങളുടെ കാറ്റ് ഇവിടെ വീശിയടിക്കാൻ എത്ര പേര് ആഗ്രഹിക്കുന്നുണ്ട്? പുറപ്പാട് പുസ്തകം 15:10 പറയുന്നു, പുറപ്പാട് 15:10, ഈ നാളുകളിൽ എന്നെ വളരെയധികം തൊട്ട ഒരു ദൈവവചനമാണിത്. എനിക്ക് ഉറപ്പുണ്ട് ഇത് അനേകർക്ക് കൃപയാക്കി മാറും, ഇത് അനേകർക്ക് സൗഖ്യമായി മാറും. പുറപ്പാട് പുസ്തകം 15:10 പറയാ, നിന്റെ കാറ്റ് നീ വീശി. എല്ലാവരും ഉറക്കെ പറഞ്ഞ്, നിന്റെ കാറ്റ് നീ വീശി. പറഞ്ഞേ, നീ വീശി, നീ വീശി. കർത്താവിന്റെ കാറ്റ് പരിശുദ്ധാത്മാവ് വീശുകയാണ്. നിന്റെ കാറ്റ് നീ വീശി. അടുത്തിരിക്കുന്ന 3 പേരോട് പറഞ്ഞേ, നീ വീശി. പറഞ്ഞേ, നീ വീശി. റുഹായുടെ കാറ്റ് വീശുന്നു, റുഹായുടെ കാറ്റ് വീശുന്നു. അത് മാനസാന്തരമായി വീശുന്നു, അത്ഭുതങ്ങളായി വീശുന്നു, ഉണർവുകളായി വീശുന്നു, റിവൈവലുകളായി അത് ജനതകളിൽ വീശുന്നു, ദേശങ്ങളിൽ വീശുന്നു, സഭയിൽ വീശുന്നു. ഈ ഒരു കാറ്റ് ഈ ദേശീയ ബൈബിൾ കൺവെൻഷനിൽ നിന്ന് സഭ മുഴുവനിലേക്കും വീശണം. അതിനായി കൺവെൻഷൻ 37ാമത് പോട്ട ദേശീയ ബൈബിൾ കൺവെൻഷൻ പരിശുദ്ധാത്മാവ് നമുക്കായി ഒരുക്കി തന്നിരിക്കുന്നത്. ഇവിടെ നിന്ന് ആത്മാവിന്റെ അടുത്തൊരു കാറ്റ് വീശുവാൻ ഇവിടെ പരക്കച്ചിരിപ്പുണ്ട്. എൻ്റെ സഹോദരങ്ങളെ, ബഹുമാനപ്പെട്ട നായ്ക്കൻ പറമ്പിലച്ഛനിലൂടെയും പനക്കലച്ഛനിലൂടെയും 1980 അവസാന നാളുകളിൽ ഒരു കാറ്റ് വീശി. പോട്ടാശ്രമത്തിൽ നിന്ന് കർത്താവ് ഒരു കാറ്റ് വീശി. നിന്റെ കാറ്റ് നീ വീശി. യെസ്, കർത്താവ് ഒരു കാറ്റ് വീശി. അത് കേരള സഭയിൽ ആകമാനം കൊടുങ്കാറ്റായി മാറി. അഭിഷേകത്തിന്റെ കൊടുങ്കാറ്റ് ഭാരത സഭയിൽ, ആഗോള സഭയിൽ. നിങ്ങൾക്കറിയോ, ഇന്ന് ലോകമെമ്പാടും നടക്കുന്ന സുവിശേഷ പ്രവർത്തനങ്ങളിൽ ഈ മണ്ണിൽ നിന്ന് വീശിയ ആ കാറ്റിന് വലിയ പ്രാധാന്യം പരിശുദ്ധാത്മാവ് നൽകിയിട്ടുണ്ട്. ലോക സുവിശേഷവൽക്കരണത്തിൽ എക്കാലവും പോട്ട ഡിവിയൻ ധ്യാന കേന്ദ്രത്തിലെ ശുശ്രൂഷകൾക്ക് വലിയ പ്രാധാന്യമുണ്ട്. ഇവിടുന്നാണ് ആ കാറ്റ് വീശിയത്, ഇവിടുന്ന് ആ കാറ്റ് വീശിയത്. ജനലക്ഷങ്ങള് മാനസാന്തരപ്പെടുമാർ കാറ്റടിച്ചു. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. അനേകം തറവാതി രോഗികൾ സുഖപ്പെടുമാറ് കാറ്റ് വീശി. മെഡിക്കൽ സയൻസ് തള്ളിക്കളഞ്ഞ മാറാ രോഗികൾ അത്ഭുത സൗഖ്യം പ്രാപിക്കുമാറ് ആ കാറ്റ് ഈ മണ്ണിൽ നിന്ന് വീശിയടിച്ചു. അത് വീണ്ടും ശക്തിയോടെ വീശണ്ടേ, അത് ഇനിയും വീശണ്ടേ, അത് സഭ മുഴുവൻ വീശണ്ടേ, അത് ദേശങ്ങളിൽ വീശണ്ടേ, അത് ജനതകളിൽ വീശണ്ടേ. എങ്കിൽ അതിനായി പ്രാർത്ഥിച്ച് ഇരുകരങ്ങളിൽ ഒരിക്കൽ കൂടെ വിളിച്ച്, പരിശുദ്ധാത്മാവേ നിന്റെ കാറ്റ് നീ വീശണമേ, നീ വീശണമേ, നീ വീശണമേ.
അടുത്തൊരു കാറ്റ്, ഹല്ലേലൂയ. അടുത്തൊരു ലെവൽ കാറ്റ് ഹല്ലേലൂയ. ഇവിടെ നിന്ന് വീശട്ടെ. ആമേൻ 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 ആമേൻ. സ്തുതിക്കുന്നു 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 സ്തുതിക്കുന്നു. ഹല്ലേലൂയ. Hallelujah. Hallelujah. ആരാധന ആരാധന ആരാധന. നിങ്ങൾക്കറിയോ, സമരിയ പട്ടണം കർത്താവിന്റെ വചനം കേട്ടു. ആ വചനം കേട്ടുകൊണ്ടിരുന്നവരുടെ മേൽ പരിശുദ്ധാത്മാവ് വന്നു. അപ്പോസ്തല പ്രവർത്തനം 8-ാം അധ്യായം 6-ാം വചനം പറയാണ്, അവരേക മനസ്സായി ദൈവത്തിന്റെ വചനം കേട്ടു. പരിശുദ്ധാത്മാവ് ആ ജനത്തെ മാനസാന്തര കൃപയിലേക്ക് നയിച്ചു. അവരെല്ലാവരും കർത്താവിനെ കണ്ടുമുട്ടി. അതിന്റെ റിസൾട്ട് എന്തായിരുന്നു? അപ്പോസ്തല പ്രവർത്തനങ്ങൾ 8-ാം അധ്യായം 12-ാമത്തെ വചനത്തിൽ പറയാ, സ്ത്രീ പുരുഷ ഭേദ്യമെന്നെ എല്ലാവരും യേശുക്രിസ്തുവിനെ ഏകരക്ഷകനായി സ്വീകരിച്ചു. അവർ വിശ്വസിച്ചു, മാമോദീസ സ്വീകരിച്ചു, സഭയോട് ചേർക്കപ്പെട്ടു. അങ്ങനെ സമരിയായിൽ വലിയൊരു ഉണർവുണ്ടായി. വലിയ വിധത്തിൽ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം സംഭവിച്ചു. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. Hallelujah. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. അപ്പോസ്തല പ്രവർത്തനം 19:20 പറയുന്നു. എന്താ പറയുന്നത്? കർത്താവിന്റെ വചനം വിപുലമായി പ്രചരിച്ചു, ദൈവവചനത്തിന്റെ ശക്തി വെളിപ്പെട്ടു. എൻ്റെ സഹോദരങ്ങളെ, കർത്താവിന്റെ വചനത്തെ ദേശങ്ങളിൽ, രാജ്യങ്ങളിൽ, ജനതകളിൽ വിപുലമായി പരിശുദ്ധാത്മാവ് പ്രചരിപ്പിക്കുന്ന സമയമാണിത്. സുവിശേഷ പ്രവർത്തനങ്ങൾ നിന്നു പോവില്ല സഹോദരങ്ങളെ. ആത്മാവിൻ്റെ പ്രവർത്തനങ്ങൾ മങ്ങിപ്പോവില്ല. നമുക്ക് തോന്നും മങ്ങലേറ്റോ, ഈ ശുശ്രൂഷകളിൽ അഭിഷേകം കുറഞ്ഞു, പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനങ്ങൾക്ക് ഒരു കുറവ് സംഭവിച്ചു. ഇല്ല സഹോദരങ്ങളെ, അതിനെ ആദ്യത്തേക്കാൾ ശക്തമായ വിധത്തിൽ പരിശുദ്ധാത്മ പ്രവർത്തിക്കുന്നുണ്ട്. ആ പ്രവർത്തനങ്ങൾ കാണുവാൻ നമ്മുടെ ഹൃദയ കണ്ണുകൾ തുറക്കപ്പെടണം. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. അപ്പോസ്തല പ്രവർത്തനം 12:24. അപ്പൊ തന്നെ ശ്രദ്ധിച്ച്, അപ്പോസ്തല പ്രവർത്തനം 12:24 എന്താണ് വചനം പറയുന്നത്? അപ്പോൾ ദൈവത്തിന്റെ വചനം വളർന്നു വ്യാപിച്ചു. വളർന്നു വ്യാപിച്ചു. ആമേൻ. എല്ലാവരും വലതുകരം ഉയർത്തി പറഞ്ഞേ, ദൈവത്തിന്റെ വചനം ദൈവത്തിന്റെ വചനം വളർന്നു വ്യാപിച്ചു. വളർന്നു വ്യാപിച്ചു. ദേശങ്ങളിലേക്ക്, ദേശങ്ങളിലേക്ക്, രാജ്യങ്ങളിലേക്ക്, രാജ്യങ്ങളിലേക്ക്, ജനതകളിലേക്ക് ജനതകളിലേക്ക് ദൈവത്തിന്റെ വചനം ദൈവത്തിന്റെ വചനം വളർന്നു വ്യാപിച്ചു. വളർന്നു വ്യാപിച്ചു. ആനന്ദത്തോടെ പറഞ്ഞ ദൈവത്തിന്റെ വചനം ദൈവത്തിന്റെ വചനം വളർന്നു വ്യാപിച്ചു. വളർന്നു വ്യാപിച്ചു. ഹല്ലേലൂയ. ഹല്ലേലൂയ. സന്തോഷത്തോടെ കൈയടിച്ച് കർത്താവിനെ സ്തുതിച്ച്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനം വളർന്നു വ്യാപിച്ചു. ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനം വളർന്നു വ്യാപിച്ചു. ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനം ആമേൻ. വളർന്നു വ്യാപിച്ചു. ആമേൻ. ആമേൻ. 10,000 വചനം കേട്ടു, മനസ്സാന്തരപ്പെട്ടു, യേശുവിനെ കണ്ടുമുട്ടി. ഹല്ലേലൂയ. ഇതിന് പുറകിൽ ആരാ പ്രവർത്തിക്കുന്നത്? ഉറക്കെ പറ. ഇതിന്റെ പുറകിൽ ആരാ പ്രവർത്തിക്കുന്നത്? പരിശുദ്ധാത്മാവ്. ആരാണ് ദൈവവചനത്തെ വളർത്തുന്നത്? പരിശുദ്ധാത്മാവ്. വചനത്തിന്റെ ശക്തി ആരാണ് വെളിപ്പെടുത്തുന്നത്? പരിശുദ്ധാത്മാവ്. വചനത്തെ ആരാണ് വ്യാപിപ്പിക്കുന്നത്? പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവ് അവനാണ് ഇവിടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. Hallelujah. അവനാണ് നമ്മോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. അവനാണ് ഇപ്പോൾ രോഗികളെ സുഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. അവനാണ് ഇവിടെ അത്ഭുതങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. അവനാണ് ഇവിടെ പൈശാചിക കെട്ടുകളെ പൊട്ടിച്ചു കൊണ്ടിരിക്കുന്നത്. ആമേൻ. Yes, yes. Hallelujah. It is a time of the Holy Spirit. ഇത് പരിശുദ്ധാത്മാവിന്റെ സമയമാണ്. ആമേൻ. ആമേൻ. ഇത് പരിശുദ്ധാത്മാവിന്റെ സമയമാണ്. നിങ്ങൾ വിശ്വസിക്കുന്നുവോ? വിശ്വസിക്കുന്നു. എല്ലാം തീർന്നുവെന്നാണോ നിങ്ങൾ വിശ്വസിക്കുന്നത്? എല്ലാം ഇങ്ങനെ അവസാനിക്കാൻ പോവാണെന്നാണോ നിങ്ങൾ വിശ്വസിക്കുന്നത്? ഈ സുവിശേഷ ശുശ്രൂഷകളൊക്കെ നിലയ്ക്കാൻ പോവാണ്, ഇനി ഇതുകൊണ്ടൊന്നും വലിയ പ്രയോജനമില്ല എന്നാണ് നിങ്ങൾ വിശ്വസിക്കുന്നത്? പിന്നെന്താ നിങ്ങൾ വിശ്വസിക്കുന്നത്? ഉറക്കപ്പറ, ഉറക്കപ്പറ. പിന്നെ എന്താ നിങ്ങൾ വിശ്വസിക്കുന്നത്? ഇത് പരിശുദ്ധാത്മാവിന്റെ സമയമാണ്. എത്ര പേര് വിശ്വസിക്കുന്നു? ഹല്ലേലൂയ. ആത്മാവ് ശക്തിയോടെ പ്രവർത്തിക്കുന്ന സമയമാണ്. എത്ര പേര് വിശ്വസിക്കുന്നു? Hallelujah. ഇത് അനേകർ കർത്താവിനെ കണ്ടുമുട്ടുന്ന കൃപയുടെ സമയമാണെന്ന് എത്ര പേർ വിശ്വസിക്കുന്നു? ഹല്ലേലൂയ.
ഒരു കൊച്ചനുഭവം കൂടിയും പറഞ്ഞാൽ ഈ ഭാഗം വിടുകയെ നിങ്ങൾ ശ്രദ്ധിക്കണം. നിങ്ങൾക്കറിയോ, ഈ അടുത്ത ദിവസങ്ങളിൽ വന്ന റിപ്പോർട്ട് എന്നെ വല്ലാതെ അത്ഭുതപ്പെടുത്തി. നമ്മുടെ പരിശുദ്ധാത്മാവ് എത്ര സർവശക്തനാണ്, പരിശുദ്ധാത്മാവ് എത്ര എത്ര വലിയവനാണ്. അവൻ ഓൾ മൈറ്റി ആണ്, അവൻ ഓൾ സഫിഷ്യന്റ് ആണ്. പരിശുദ്ധാത്മാവിനെ ഒന്നും അസാധ്യമല്ല, ഒന്നും അസാധ്യമല്ല. അവനെല്ലാം സാധ്യമാണ്. പരിശുദ്ധാത്മാവിനെല്ലാം സാധ്യമാണ്. പരിശുദ്ധാത്മാവിനെല്ലാം സാധ്യമാണ്. ഒരു 3 പ്രാവശ്യം വിശ്വസിച്ച് ആ വചനം ഏറ്റുപറഞ്ഞ് പരിശുദ്ധാത്മാവിന് എല്ലാം സാധ്യമാണ്. പറഞ്ഞേ പറഞ്ഞേ പറഞ്ഞേ. നിന്റെ ഹൃദയത്തിന്റെ സംശയം മാറട്ടെ, നിന്റെ ഹൃദയത്തിന്റെ അവിശ്വാസം പോട്ടെ, നിന്റെ ഹൃദയത്തിലുള്ള ആശയക്കുഴപ്പങ്ങൾ വിട്ടുപോട്ടെ. പരിശുദ്ധാത്മാവിന് എല്ലാം സാധ്യമാണ്. നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? വിശ്വസിക്കുന്നുണ്ടോ? എങ്കിൽ ആനന്ദത്തോടെ, ആർപ്പോടെ, ആഹ്ലാദത്തോടെ ഒരു തീപ്പൊരി കൈയുടെ പരിശുദ്ധാത്മാവിനെ കൊടുത്ത് അങ്ങാണ് ജീവിക്കുന്ന ദൈവം, അങ്ങ് മാത്രമാണ് ജീവന്റെ ദൈവം. ആമേൻ, ആമേൻ, ആമേൻ. നിങ്ങൾക്കറിയോ, സാത്താൻ സേവകരുടെ വളരെ പ്രധാനിയായ ഒരു മനുഷ്യൻ, അദ്ദേഹത്തിന്റെ പേര് ആൻഡ്രിയ എന്നാണ്. ശ്രദ്ധിച്ചിരിക്കണം നിങ്ങൾ, ആൻഡ്രിയ എന്നാണ്. തൻ്റെ 14-ാമത്തെ വയസ്സിൽ താൻ ഒരു ടീനേജർ, ഒരു കൗമാരപ്രായനായിരിക്കും, അവന് പിശാചുമായി ഒരു എൻകൗണ്ടർ ഉണ്ടായി. പൈശാചിക ശക്തികൾ അവനെ ഈ സാത്താന്യ മതത്തിലേക്ക് അവനെ നയിച്ചു. അവൻ പുരോഹിതനായി, സാത്താന്റെ പുരോഹിതനായി വീണ്ടും അവിടുന്ന് ഉയർത്തപ്പെട്ടു. സഭയുടെ കർദിനാൾമാരെന്ന് പറഞ്ഞ പോലെ ഈ പൈശാചിക സംഘങ്ങളിലെ സാത്താന്റെ കാർഡിനൽസും ഉണ്ട് സഹോദരങ്ങളെ. അവർക്ക് അങ്ങനെ ഒരു ഹൈറാർക്കി സിസ്റ്റം ഉണ്ട്. അങ്ങനെ അവൻ ആ ലെവലിൽ വരെത്തി. ഇന്ന് അവന് 38 വയസ്സ് പ്രായമാണ് സഹോദരങ്ങളെ. ഈ ആൻഡ്രി എന്ന് പറയുന്ന ഈ ചെറുപ്പക്കാരൻ അതുപോലെ കൊടും പിശാചിന്റെ ഒരു സാന്നിധ്യമായിട്ട് അവൻ മാറി. വലിയ സാത്താന്യ ആരാധകൻ. എന്നാൽ അവൻ്റെ അമ്മ പ്രാർത്ഥിക്കുന്നൊരമ്മയായിരുന്നു, ദൈവാശ്രയത്വമുള്ളൊരമ്മയായിരുന്നു, നല്ല ദൈവവിശ്വാസമുള്ള അമ്മയായിരുന്നു. അവൾ ഇന്നും പരിശുദ്ധ കുർബാനയിൽ പങ്കെടുത്ത് തൻ്റെ മകൻ്റെ മാനസാന്തരത്തിന് വേണ്ടി, അവനിൽ പരിശുദ്ധാത്മ അഭിഷേകം നിറയാൻ, ആത്മാവനിൽ പ്രവർത്തിക്കാൻ, അവൻ്റെ മേലുള്ള പൈശാച കെട്ടുകൾ പൊട്ടുവാൻ അവൻ്റെ അമ്മ കണ്ണീരോടെ പ്രാർത്ഥിച്ചു. അനേകം പ്രാർത്ഥന ഗ്രൂപ്പുകാരുടെ സഹായം തേടി. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് ശക്തിയുണ്ട് സഹോദരങ്ങളെ. ഒരു ഹല്ലേലൂയ പറഞ്ഞേ, ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ. ആൻഡ്രി എന്ന് പറഞ്ഞ ചെറുപ്പക്കാരൻ അവൻ സാക്ഷ്യപ്പെടുത്തുകയാണ്, 3 വർഷങ്ങൾക്ക് മുൻപ് ഹോളി, നമുക്കറിയാം ഹലോവീൻ എന്ന് പറയുന്ന ഒരു പൈശാചിക ഒരു ഉത്സവം, ആഘോഷം, പ്രത്യേകിച്ച് യൂറോപ്യൻ രാജ്യങ്ങളിൽ, അമേരിക്കൻ രാജ്യങ്ങളിലൊക്കെ നമുക്ക് ഒത്തിരി കാണാൻ പറ്റും. അപ്പോൾ ആ ദിവസത്തിൻ്റെ രാത്രിയിൽ അദ്ദേഹം പറയാണ്, പൈശാചിക ശക്തികൾ പ്രബലപ്പെടുന്ന ഒരു രാത്രിയാണത്. അപ്പോൾ സാത്താന്യ ആരാധനയ്ക്ക് വേണ്ടി, സാത്താനെ പൂജിക്കാൻ വേണ്ടി അദ്ദേഹം ഇങ്ങനെ പോകുന്ന ആ സമയത്ത് ആ ദിവസം എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇദ്ദേഹത്തിന് 3.5 വയസ്സുള്ളൊരു പെൺകുട്ടിയുണ്ട്. 3.5 വയസ്സുള്ളൊരു പെൺകുട്ടി. ഈ ആൻഡ്രി എന്ന് പറയുന്ന ഈ സാത്താൻ ആരാധകന്റെ അമ്മ ഈ തൻ്റെ കൊച്ചുമോളെ കൃപയിലും വചനത്തിലാണ് വളർത്തിക്കൊണ്ടുവന്നിരുന്നത്. തൻ്റെ മകനെ പോലെ ആകരുതെന്നുള്ള വേദന ഈ അമ്മയ്ക്കുണ്ടായിരുന്നു. എൻ്റെ സഹോദരങ്ങളെ, ഈ ആൻഡ്രിയുടെ പ്രത്യേകത, തൻ്റെ വീട്ടിൽ നിന്ന് അദ്ദേഹം ഒന്നും കഴിച്ചിരുന്നില്ല. കാരണം അമ്മയുടെയും തൻ്റെ ഭാര്യയും അല്പവിശ്വാസിയായിരുന്നു, പ്രാർത്ഥനയെ അറിയാം. അതുകൊണ്ട് വിശുദ്ധ ജലം തെളിച്ച് എന്തെങ്കിലും ഭക്ഷവസ്തുക്കൾ തന്നാൽ തൻ്റെ ശക്തി തനിക്ക് നഷ്ടപ്പെടുമെന്ന് അവൻ അറിഞ്ഞു. അവൻ പറയാണ്, മാനസാന്തരത്തിന് ശേഷം ആ ചെറുപ്പക്കാരൻ പറയാ, വിശുദ്ധ ജലം വളരെ ശക്തിയുള്ളതാണ്, പൈശാചിക ശക്തികൾ വളരെ ഭയപ്പെടുന്ന ഒന്നാണ് ഹോളി വാട്ടർ. ഹോളി വാട്ടർ, വിശുദ്ധ ജലം, അത് ദൈവജനത്തിന്റെ ആത്മീയായുധമാണ്. ഒരു ഹല്ലേലൂയ പറഞ്ഞേ, ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ. അടുത്തിരിക്കുന്ന വ്യക്തിയോട് നിങ്ങൾ ഉറക്കെ പറ, വിശുദ്ധ ജലത്തെ പിശാച് ഭയപ്പെടുന്നു. ഉറക്കെ പറഞ്ഞേ, വിശുദ്ധ ജലത്തെ പിശാച് ഭയപ്പെടുന്നു. ഹോളി വാട്ടറിന് സാത്താൻ ഭയപ്പെടുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾക്കറിയാം സഹോദരങ്ങളെ, ഈ ആൻഡ്രി എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ്റെ അമ്മ ഒരു ചോക്ലേറ്റ് ആര് കഴി കൊടുത്താലും, പക്ഷേ ഈ കൊച്ചും തൻ്റെ മകളോട് ഇവന് ഭയങ്കര സ്നേഹമാണ്. 3.5 വയസ്സുള്ള തൻ്റെ ആ കുഞ്ഞിൻ്റെ കയ്യിൽ, കൊച്ചുമകളുടെ കയ്യിൽ ഈ അമ്മ എന്ത് ചെയ്തെന്നറിയോ, വെഞ്ചിരിച്ച ഒരു ചോക്ലേറ്റ് കൊടുത്തു വിട്ടു. ശ്രദ്ധിച്ച് കേൾക്കണം നിങ്ങൾ.
വെഞ്ചിരിച്ച് വിശുദ്ധ ജലം തെളിച്ച് പുരോഹിതൻ വെഞ്ചിരിച്ച ഒരു ചോക്ലേറ്റ് കൊടുത്തു വിട്ടു. ഈ കുഞ്ഞ് വന്നിട്ട് പറഞ്ഞു, പപ്പ ഈ ചോക്ലേറ്റ് കഴിക്കാൻ പറഞ്ഞു. അപ്പോൾ അദ്ദേഹം തൻ്റെ മകളോട് അത്രയും സ്നേഹമാണ്. തൻ്റെ മോളിന് കാര്യം പറഞ്ഞ് അത് നിഷേധിക്കാൻ പറ്റില്ല. അപ്പോൾ ചോക്ലേറ്റ് വാങ്ങി അദ്ദേഹം പോക്കറ്റിലിട്ടു. അദ്ദേഹം കഴിച്ചില്ല. അദ്ദേഹം പോക്കറ്റിലിട്ടു. അപ്പോൾ വീണ്ടും മോള് പറഞ്ഞു, അല്ല പപ്പ ഈ പോക്കറ്റിലിട്ട ഈ ചോക്ലേറ്റ് അലിഞ്ഞു പോകും, അതുകൊണ്ട് പപ്പ എത്രയും പെട്ടെന്ന് കഴിക്കാൻ പറഞ്ഞു. ഇത് അമ്മ കൊടുത്ത ട്രെയിനിങ് ആണ്. ഒരു ഹല്ലേലൂയ പറഞ്ഞേ, പറഞ്ഞേ ഹല്ലേലൂയ. കണ്ടോ, ആ ചോക്ലേറ്റ് അലിഞ്ഞു പോകും, അതുകൊണ്ട് പപ്പ അത് കഴിക്കാൻ പറഞ്ഞു. എൻ്റെ പ്രിയപ്പെട്ടവരെ, തൻ്റെ മകള് സ്നേഹത്തോടെ തന്നെ നിർബന്ധിച്ചപ്പോൾ നോ പറയാൻ അപ്പന് കഴിഞ്ഞില്ല. അവൻ ആ ചോക്ലേറ്റ് എടുത്തു കഴിച്ചു. അദ്ദേഹം പറയാ, ഏതാനും സമയങ്ങൾ കഴിഞ്ഞപ്പോൾ എൻ്റെ ശരീരം കിടന്ന് വിറയ്ക്കാൻ തുടങ്ങി, അടിമുടി വിറയ്ക്കാൻ തുടങ്ങി. ഭയങ്കരമായൊരു ഷിവറിംഗ് ഉണ്ടായി. എൻ്റെ ശരീരത്തിന്റെ മേൽ പരിശുദ്ധാത്മ ശക്തി വ്യാപരിക്കാൻ തുടങ്ങി. Power of the Holy Spirit. Power of the Holy Spirit. ആത്മാവിന്റെ ശക്തി എൻ്റെ മേൽ ഇറങ്ങി. അദ്ദേഹം പറയാ, ഞാൻ അതുവരെ 25 വർഷമായി ആവസിച്ച് പൈശാചിക പൂജ നടത്തി സാത്താനെ ആരാധിച്ച് ഞാൻ നേടിയെടുത്ത ആ പൈശാചിക ശക്തി എന്നെ വിട്ടുപോകുന്നതായി എനിക്ക് അനുഭവപ്പെട്ടു. Praise the Lord, praise the Lord, praise the Lord, praise the Lord. പരിശുദ്ധാത്മാവിന്റെ ശക്തി അത് ഉന്നതത്തിലെ ശക്തിയാണ്, അത് ഉയരത്തിലെ ശക്തിയാണ്. ആ ശക്തിയെ കെടുത്തി കളയുവാൻ, ആ ശക്തിയെ നിർവീര്യമാക്കുവാൻ, ആ ശക്തിയെ പരാജയപ്പെടുത്തുവാൻ ഈ ലോകത്തിലെ ഒരു ശക്തിക്കും ഒരു വിധത്തിലുള്ള പൈശാചിക ശക്തികൾക്കും സാധ്യമല്ല. അത് ഉന്നതത്തിലെ ശക്തിയാണ്. പരിശുദ്ധാത്മ ശക്തി ഉയരത്തിലെ ശക്തിയാണ്. അതിനെ തകർക്കാൻ വേറെ ഒരു ശക്തിക്കും സാധ്യമല്ല. എത്ര പേര് വിശ്വസിക്കുന്നു? ഈ ഹലോവീന്റെ ദിവസമാണ്. അദ്ദേഹം പിശാചനെ ആരാധിക്കാൻ അദ്ദേഹം കാറോടിച്ച് പോണ സമയത്ത് അദ്ദേഹത്തിന് പറ്റുന്നില്ല. അദ്ദേഹത്തിന് കൈകളും ശരീരം വിറയ്ക്കുന്നു. അദ്ദേഹം പറയാ, ഒരു ഓടുകൊണ്ട്, ഈ ബ്രോൺസ് എന്ന് പറയുന്ന ഓടുകൊണ്ടുണ്ടാക്കിയ ഒരു പൈശാചിക ആഭരണമുണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ കഴുത്തില്. അദ്ദേഹം കാർ ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം കാണുകയാണ്, ഇതാ തന്റെ മുൻപിൽ ക്രൂശിതനായ ഈശോയുടെ തിരുമുഖം കാണുക. ആ ഈശോ വിളിക്കുക, മകനെ, I love you, ആൻഡ്രിയ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, എനിക്ക് നിന്നെ ആവശ്യമുണ്ട്. ആ സമയത്ത് ഈ വൈശാചിക ആരാധനയ്ക്കായി താൻ ഉപയോഗിച്ചിരുന്ന ആ സാത്താനികമായ ആ ഒരു ചെയിൻ, നമ്മൾ ചിലരൊക്കെ കഴുത്തിൽ ചെയിനിടില്ലേ, ഇല്ലേ, സ്വർണ്ണമാല, അല്ലെങ്കിൽ നമ്മൾ ജയമാലൊക്കെ ധരിക്കുന്ന പോലെ അതൊക്കെ ഇട്ടൊരു ചെയിൻ, അത് അദ്ദേഹം വലിച്ചൂരിക്കളഞ്ഞു. എൻ്റെ പ്രിയപ്പെട്ടവരെ, ആ യാത്രയിൽ അവൻ പൂർണ്ണമായും കർത്താവായ യേശുവിനെ കണ്ടുമുട്ടി. ഇന്ന് ആൻഡ്രിയ സാത്താന്റെ അത്രമാത്രം പ്രധാന പുരോഹിതനായ ആൻഡ്രിയ എന്ന ചെറുപ്പക്കാരൻ ഇന്ന് പൂർണ്ണ സമയം സുവിശേഷ പ്രഘോഷകനായി കർത്താവിനായി തന്റെ ജീവിതം സമർപ്പിച്ചു. ഇതാരുടെ പ്രവർത്തനമാണ്? ഉറക്കെ പറ, ഇതാരുടെ പ്രവർത്തനമാണ്? അപ്പൊ പരിശുദ്ധാത്മ സഭയിൽ പ്രവർത്തിക്കുന്നുണ്ടോ? നമ്മുടെ ശുശ്രൂഷകളിൽ പ്രവർത്തിക്കുന്നുണ്ടോ? ദൈവവചനത്തിലൂടെ പ്രവർത്തിക്കുന്നുണ്ടോ? ദൈവജനത്തിന്റെ പ്രാർത്ഥനകളിലൂടെ പ്രവർത്തിക്കുന്നുണ്ടോ? Yes, it is a time of the Holy Spirit. ഇത് പരിശുദ്ധാത്മാവിന്റെ സമയമാണ്. അടുത്തിരിക്കുന്ന വ്യക്തിയോട് ഒരിക്കൽ കൂടെ പറ, സന്തോഷത്തോടെ പറ, ഇത് പരിശുദ്ധാത്മാവിന്റെ സമയമാണ്. നിന്റെ ഭവനത്തിൽ മാനസാന്തരപ്പെടാത്ത വ്യക്തികളുണ്ടോ? മനസാന്തരപ്പെടാത്ത വ്യക്തികൾ നീ വേദനിക്കുന്നുണ്ടോ? നിന്റെ ജീവിത പങ്കാളിയാകാം, നിന്റെ മക്കളാകാം, അപ്പനാകാം, അമ്മയാകാം, ബന്ധുമിത്രങ്ങളാകാം, നിന്റെ പരിചയക്കാരാകാം, നിന്റെ സുഹൃത്തുക്കളാകാം, നിന്റെ പ്രിയപ്പെട്ടവരാകാം. യേശു ക്രിസ്തുവിനെ കണ്ടുമുട്ടാതെ പാപത്തിലും ലൗകികതയിലും ജഡീകതയിലും മ്ലേച്ഛതയിലും ജീവിക്കുന്ന ഏതെങ്കിലും വ്യക്തികളെ ഓർത്ത് നീ വേദനിക്കുന്നുണ്ടോ? നീ ദുഃഖിക്കുന്നുണ്ടോ? നിന്റെ മനസ്സ് ഇന്ന് കലുഷിതമാണോ? പ്രിയ ദൈവത്തിന്റെ പൈതലേ, നീ ആത്മാവിന്റെ ശക്തിയിൽ വിശ്വസിക്കുക, ആത്മാവിന്റെ പ്രവർത്തനങ്ങളിൽ വിശ്വസിക്കുക. ഇത് പരിശുദ്ധാത്മാവിന്റെ സമയമാണ്. ഒരിക്കൽ കൂടെ കരങ്ങളടിച്ച് ആത്മാവിനെ സ്തുതിച്ച് ശക്തിയോടെ 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 ഹല്ലേലൂയ ഹല്ലേലൂയ. രണ്ടാമത് നിങ്ങൾ ശ്രദ്ധിക്കണം. ആരെല്ലാം പരിശുദ്ധാത്മാവിൽ വിശ്വസിക്കുന്നുവോ
അവനിൽ ആശ്രയിക്കുന്നുവോ, പരിശുദ്ധാത്മാവിനെ സ്നേഹിക്കുന്നുവോ, അവന്റെ വചനത്തെ മുറുകെ പിടിക്കുന്നുവോ, അവർക്കായി അസാധാരണമായ വഴികൾ പരിശുദ്ധാത്മാവ് തുറക്കുന്ന കൃപയുടെ സമയമാണിത്. ഹല്ലേലൂയ. അസാധാരണമായ വഴികൾ. വഴി അടഞ്ഞുപോയ ജീവിതങ്ങളുണ്ടോ ഈ സമൂഹത്തിൽ? ആത്മീയമായ മേഖലകളിൽ വഴി അടഞ്ഞു പോയവരെ, പ്രാർത്ഥിക്കാൻ കഴിയാത്തവരെ, പ്രാർത്ഥിക്കാൻ ആഗ്രഹമുണ്ട്, പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല, കുടുംബ പ്രാർത്ഥന പോലും നടത്താൻ പറ്റുന്നില്ല, അതുപോലെയുള്ള ചില തടസ്സങ്ങൾ, ചില ബന്ധനങ്ങൾ, കൃപയിൽ വളരാൻ പറ്റുന്നില്ല, വിശുദ്ധിയിൽ ജീവിക്കാൻ പറ്റുന്നില്ല, ദൈവവചനത്തെ മുറുകെ പിടിച്ച് വചനത്തിന്റെ കൃപയിൽ ജീവിക്കാൻ പറ്റുന്നില്ല. ഇപ്രകാരം വേദനിക്കുന്ന ദൈവമക്കള് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നുണ്ടോ? ഉണ്ടോ? ഓൺലൈനിലായി നിങ്ങൾ ഈ വചനം കേൾക്കുന്നുണ്ടോ മക്കളെ? ഇത് നിങ്ങൾക്കുള്ള പരിശുദ്ധാത്മാവിന്റെ പ്രവചനമാണ്, നിങ്ങളോടുള്ള പരിശുദ്ധാത്മാവിന്റെ പ്രവചനമാണ്. നിങ്ങൾ ശ്രദ്ധിക്കണം. ഭൗതിക മേഖലകളിൽ വഴിയടഞ്ഞു പോയവര്, സാമ്പത്തികമായി തകർന്നടിഞ്ഞ മക്കള് ഈ ശുശ്രൂഷകളിൽ പങ്കെടുക്കുന്നുണ്ടോ? എങ്ങനെ മുന്നോട്ട് പോകും? കടബാധ്യതകൾ, കടക്കണികൾ, ജപ്തി നോട്ടീസുകൾ, എന്ത് ചെയ്യണം ഏത് ചെയ്യണം എന്നറിയാതെ വഴിമുട്ടി നിൽക്കുന്ന ജീവിതങ്ങൾ, കുടുംബങ്ങൾ ഈ കൺവെൻഷനിൽ പങ്കെടുക്കുന്നുണ്ടോ? ഇത് നിങ്ങൾക്കുള്ള പരിശുദ്ധാത്മാവിന്റെ പ്രവചനമാണ്, നിങ്ങൾക്കുള്ള പരിശുദ്ധാത്മാവിന്റെ പ്രവചനമാണ്. ഒരു ഹല്ലേലൂയ പറഞ്ഞേ, ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ. എല്ലാവരും ഉപേക്ഷിക്കപ്പെട്ട്, സ്നേഹം നഷ്ടപ്പെട്ട്, മാനസികമായ നൊമ്പരങ്ങളും മുറിപ്പാടുകളുമായി മനസ്സ് നൊന്ത് നീറി മാനസികമായി തകർന്നു വന്നിരിക്കുന്ന മക്കള് ഈ കൺവെൻഷൻ പന്തലിൽ ഉണ്ടോ? ഇതിനകത്ത് അങ്ങനെ ആരെങ്കിലും ഉണ്ടോ? ഓൺലൈനായി വിവിധ ദേശങ്ങളിൽ, രാജ്യങ്ങളിൽ നിന്ന് ഈ വചനം കേൾക്കുന്ന എൻ്റെ സഹോദരി സഹോദരങ്ങളെ, അപ്രകാരമുള്ള ഒരുവളാണോ നീ എങ്കിൽ നിന്നോടാണ് പരിശുദ്ധാത്മാവ് ഇപ്പോൾ ഈ വചനം നൽകി സംസാരിക്കുന്നത്. ഇത് നിനക്കുള്ള ദൂതാണ്, നിനക്കുള്ള പ്രവചനമാണ്. ഓ, സ്തുതിക്കുന്നു പരിശുദ്ധാത്മാവേ. ഞങ്ങളോട് പറയുമ്പോൾ ഒരു അഭിഷേകം എൻ്റെ മേൽ വ്യാപരിക്കുന്നു, അഭിഷേകം ഏറ്റെടുത്തു. ഈ അൾത്താരിൽ നിന്ന് പകരപ്പെടുന്ന അഭിഷേകം നിങ്ങൾ പ്രാപിച്ചോ. പൈശാചിക കെട്ടുകളെ പൊട്ടിക്കുന്ന അഭിഷേകം, പൈശാചിക രൂപികളെ നിർവീര്യമാക്കുന്ന അഭിഷേകം ഈ ജനത്തിന് മേൽ വ്യാപരിക്കട്ടെ, കുടുംബങ്ങളിൽ വ്യാപരിക്കട്ടെ, ദേശങ്ങളിൽ വ്യാപരിക്കട്ടെ. അഭിഷേകം പകർന്നിടുക. സ്തുതിക്കുന്നു. ഇരുകരമുയർത്തിരൊറ്റ വിളി, പരിശുദ്ധാത്മാവേ. വിളിച്ചു പ്രാർത്ഥിക്കുക. ആത്മാവേ, Holy Spirit, Holy Spirit, Holy Spirit, Holy Spirit. Amen. Amen. അഭിഷേകം പകർന്നിടുക, പുതുശക്തി പ്രാപിക്കുവാൻ. അഭിഷേകം പകർന്നിടുക, പുതുശക്തി പ്രാപിക്കുവാൻ. അഭിഷേകം പകർന്നിടുക, പുതുശക്തി പ്രാപിക്കുവാൻ. അഭിഷേകം പകർന്നിടുക, പുതുശക്തി പ്രാപിക്കുവാൻ. അന്ധകാര ശക്തികളെ ജയിക്കും ഞാൻ ആ കൃപയാ. 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 വലിയ പ്രത്യാശയോടെ ഇരുകരമുയർത്തിരൊറ്റ വിളി, പരിശുദ്ധാത്മാവേ. Holy Spirit, Holy Spirit, move. Holy Spirit, ഈ വചന കൂടാരം കുലുങ്ങുന്നത് ആത്മശക്തി ഇവിടെ ഇറങ്ങട്ടെ, ഈ ജനത്തിന്റെ മേൽ വ്യാപരിക്കട്ടെ. റിലീസ്. സ്തുതിക്കുന്നു പരിശുദ്ധാത്മാവേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയേ നന്ദി.
ഈശോയെ നന്ദി. എൻ്റെ ജീവിതം പെരുവഴിയിലായല്ലോ. നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണമേ. ഒരു ദൂത് പറയാ, ഒരു പ്രവചനം പറയും ഈ സമൂഹത്തോട്. എൻ്റെ ജീവിതം പെരുവഴിയിലായല്ലോ. ഞാൻ ഇത്രയും പ്രാർത്ഥിച്ചിട്ട്, ഞാൻ ഇതുപോലെ ദൈവത്തിൻ്റെ വചനം ശ്രവിച്ചിട്ട്, ഞാൻ യേശുവിനെ സ്നേഹിച്ചിട്ട് 25, 30, 35 കൊല്ലമായി ഞാൻ കർത്താവിൻ്റെ പുറകെ ജീവിക്കാൻ തുടങ്ങിയിട്ട് എൻ്റെ ജീവിതം, എൻ്റെ കുടുംബം പെരുവഴിയിലായല്ലോ എന്നോർത്ത് വേദനിക്കുന്ന ചില ജീവിതങ്ങൾ ഇവിടെ നിപ്പുണ്ട്. ഞാൻ എന്ത് ചെയ്യും ചെയ്യണമെന്നറിയാതെ നൊമ്പരപ്പെടുന്ന, ആകുലപ്പെടുന്ന, എല്ലാം നഷ്ടപ്പെട്ടു പോയ ചില ജീവിതങ്ങള് പരിശുദ്ധാത്മാവ് നിങ്ങളോട് പറയാ, നിന്റെ ജീവിതം പെരുവഴിയിലോ? ആര് പറഞ്ഞു നിന്റെ ജീവിതം പെരുവഴിയിലാണെന്ന്? അങ്ങനെ ചിന്തിക്കുന്ന ചില ജീവിതങ്ങൾക്കിതാ ചില പുതുവഴികൾ പരിശുദ്ധാത്മാവ് തുറക്കുന്നു. In the name of Jesus. ചില പുതുവഴികൾ തുറക്കുന്നു. ചില അടഞ്ഞ വഴികൾ തുറക്കപ്പെടുന്നു. അടഞ്ഞ വാതിലുകൾ തുറക്കപ്പെടുന്നു. Open. Holy Spirit, ജനത്തെ സ്വതന്ത്രമാക്കുക. വാതിലുകൾ തുറന്നു കൊടുക്കുക. അവരുടെ റിസോഴ്സുകൾ ഓപ്പൺ ചെയ്യുക. എല്ലാ സോഴ്സുകളും ഓപ്പൺ ചെയ്യുക. റിലീസ്. ഓ പരിശുദ്ധാത്മാവേ, പെരുവഴിയിലായി പോയല്ലോ എന്നോർത്ത് നീറുന്ന ജീവിതങ്ങളിൽ പുതുവഴികൾ പരിശുദ്ധാത്മാവേ തുറന്നു കൊടുക്കണമേ. ആമേൻ. ഈ വചനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ചില ജീവിതങ്ങളിൽ പ്രകടമായ ദൈവശക്തിയുടെ വ്യാപനം അനുഭവിക്കാൻ പറ്റുന്ന ദൈവമക്കള് അവർ വലതുകരം വീശി 3 ഹല്ലേലൂയ പറഞ്ഞ് കർത്താവിനെ സ്തുതിക്കട്ടെ. അനേകരാത്മാവ് എംപവർ ചെയ്യുന്നു, ശക്തീകരിക്കുന്നു, സുഖപ്പെടുത്തുന്നു. ആമേൻ. നിങ്ങളൊരു 10 മിനിറ്റ് കൂടി പെട്ടെന്ന് ശാന്തമായിട്ടിരുന്ന് കർത്താവെ സ്തുതിക്കുന്നു. ശക്തിയോടെ പരിശുദ്ധാത്മാവോട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുക. ഇത് പരിശുദ്ധാത്മാവിൻ്റെ കൺവെൻഷനാണ്. പോട്ട ശുശ്രൂഷ ഇത് പരിശുദ്ധാത്മാവിൻ്റെ ശുശ്രൂഷയാണ്. വർഷങ്ങളായി ഒരു ദിവസം പോലും ദൈവവചന പ്രഘോഷണം നിലച്ചു പോകാതെ അനുദിനം വചനം പ്രഘോഷിക്കപ്പെടുന്ന ലോകത്തിൽ ഒരേ ഒരു സെന്റർ, അത് പോട്ട ആശ്രമം മാത്രമാണ്. ഇത് നിസ്സാരമല്ല മക്കളെ. ഞാൻ വിശ്വസിക്കുന്നു മരിച്ചുപോയ 100 പേര് ഒരുമിച്ച് ഉയർത്തു വരുന്നതിനേക്കാൾ അത്ഭുതമാണ് ഇത്രയും വർഷമായി ഒരു ദിവസം പോലും ദൈവവചന പ്രഘോഷണം മുടങ്ങാതെ ഈ മണ്ണിൽ വചനം പ്രസംഗിച്ചു കൊണ്ടിരിക്കുന്നത്. ഇത് പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനമാണ്. ഇത് അവന്റെ ശുശ്രൂഷയാണ്. ഇത് അവന്റെ സെന്ററാണ്. ഇത് പരിശുദ്ധാത്മാവിന്റെ കൺവെൻഷനാണ്. അവനാണ് ഇവിടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. അവനാണ് ഇവിടെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. അവനാണ് രോഗികളെ സുഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. അവനാണ് പൈശാചിക ബന്ധനങ്ങളെ അഴിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് അവന്റെ ശക്തിയാണ് നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. ഞാനത് അനുഭവിക്കുന്നു. ഞാൻ ഈ വചനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഈ വചനവേദിയിൽ നിന്ന് ഞാൻ അവന്റെ സാന്നിധ്യം അനുഭവിക്കുന്നുണ്ട്. നിങ്ങൾക്ക് അനുഭവിക്കാൻ പറ്റുന്നുണ്ടോ? കണ്ണു നിറയെ മക്കളെ, കണ്ണു നിറയെ പരിശുദ്ധാത്മാവിന്റെ സ്നേഹം, നമ്മോടുള്ളവന്റെ വിശ്വസ്തത, നമ്മോടുള്ളവന്റെ കാരുണ്യം. പ്രൈസ് ദി ലോർഡ്. ചില പുതുവഴികൾ തുറക്കുന്നു. ചില മലകളെ പരിശുദ്ധാത്മാവ് ഇടിക്കുന്നു. പർവ്വതങ്ങളെ സമതലങ്ങളാക്കി മാറ്റി. നിങ്ങൾ ശ്രദ്ധിക്കണം. പലരും ആത്മാവിനെ ഭാരപ്പെടുത്തുന്നു. ആത്മീയമായും ഭൗതികമായും തകർന്ന ഒരുപാട് മക്കൾ ഇതിനകത്തിപ്പുണ്ട്. മല പോലെ ഉയർന്നു നിൽക്കുന്ന പ്രശ്നങ്ങൾ, പർവ്വതങ്ങൾ പോലെ നമ്മളെ ഭയപ്പെടുത്തുമാറുള്ള ചില പ്രതിബന്ധങ്ങൾ, സാമ്പത്തിക തകർച്ചകൾ, വിട്ടുമാറാത്ത രോഗങ്ങൾ, കുടുംബ പ്രശ്നങ്ങൾ, മക്കളെ ഓർത്തുള്ള ആകുലതകൾ, മക്കളെ ഓർത്തുള്ള നൊമ്പരങ്ങൾ, കുടുംബത്തിൽ വന്നുപോയ തകർച്ചകളെ ഓർത്തുള്ള മുറിപ്പാടുകളുമായി ഭാരപ്പെട്ട് മനസ്സു നൊന്തിരിക്കുന്ന 100 കണക്കിന് ജീവിതങ്ങൾ ഈ വചന കൂടാരത്തിലുണ്ട്. ഇവിടെ ഇരിപ്പുണ്ട്. ഓൺലൈനിലും കണ്ണുനീരോടെ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന അനേക ദൈവമക്കളെ ഞാൻ ആത്മാവിൽ കാണുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇത് നമുക്കുള്ള പരിശുദ്ധാത്മാവിൻ്റെ വചനമാണ്. സക്രിയ പ്രവചനം 4-ാം അധ്യായം
അവിടെ 6-7 വചനങ്ങൾ എൻ്റെ ജീവിതത്തെ തൊട്ടൊരു വചനമാണ്. എൻ്റെ ശുശ്രൂഷകളെ മാറ്റിമറിച്ചൊരു വചനമാണ്. വർഷങ്ങൾക്ക് മുൻപ് പരിശുദ്ധാത്മാവ് എനിക്ക് തന്ന ഒരു പ്രൊഫറ്റിക് വേർഡ്, ഒരു പ്രവചന വചനമായിരുന്നത്. സക്രിയ പ്രവചനം 4-ാം അധ്യായം 6-7 വചനങ്ങൾ. കർത്താവ് അരുളി ചെയ്യുന്നു, സെറുബാബേലേ. ആരാണ് സെറുബാബേൽ? കർത്താവിനാൽ വിളിക്കപ്പെട്ടവരാണ്. വിളിക്കപ്പെട്ടവരുടെ, തെരഞ്ഞെടുക്കപ്പെട്ടവരുടെ പ്രതിനിധിയാണ് സെറുബാബേൽ. ഇത് നമുക്കുള്ള വചനമാണ്. നമ്മോട് കർത്താവ് എന്താ പറയുന്നത്? സൈന്യബലത്താലുമല്ല, കരബലത്താലുമല്ല, എൻ്റെ പരിശുദ്ധാത്മാവാണ് പ്രവർത്തിക്കുന്നത്. സൈന്യങ്ങ ശക്തിയല്ല, കരത്തിൻ്റെ ശക്തിയല്ല, പൊളിറ്റിക്കൽ ശക്തിയല്ല, മസിലിന്റെ ശക്തിയല്ല, ബുദ്ധിപരമായ ശക്തിയല്ല. ഇത് പരിശുദ്ധാത്മ ശക്തിയാണ്. പവർ ഓഫ് ദ ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവാണ് പ്രവർത്തിക്കുന്നത്. പരിശുദ്ധാത്മാവാണ് പ്രവർത്തിക്കുന്നത്. 7-ാം വചനത്തിൽ പറയുന്നു, സെറുബാബേലേ, മഹാപർവ്വതമേ, മഹാപർവ്വതമേ, നീ എന്താണ്? ശ്രദ്ധിക്കുക നിങ്ങൾ. നമ്മുടെ മുൻപിൽ പർവ്വതം പോലെ ചില പൈശാചിക കോട്ടകൾ നിൽപ്പുണ്ട്. ചില പൈശാചിക കോട്ടകൾ. ഞാൻ പറഞ്ഞില്ലേ, ദൈവജനത്തിന്റെ നന്മകളെ തടസ്സപ്പെടുത്തുന്ന, ദൈവജനത്തിന്റെ അനുഗ്രഹങ്ങളെ തടസ്സപ്പെടുത്തുന്ന, ദൈവജനത്തിന്റെ സൗഖ്യങ്ങളെ, അഭിഷേകത്തെ, സ്വർഗീയമായ വിമോചനങ്ങളെ തടസ്സപ്പെടുത്തുന്ന പൈശാചിക വ്യാപാരങ്ങൾ, ഇരുട്ടിന്റെ ശക്തികൾ നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് പ്രവർത്തിക്കുക. അത് കുടുംബങ്ങൾ കലഹിക്കുന്നു, കുടുംബങ്ങൾ ഛിന്ന ഭിന്നമാകുന്നു, കുടുംബങ്ങൾ ശിഥിലീകരിക്കപ്പെടുന്നു. നിസ്സാര കാര്യങ്ങളെ ചൊല്ലി കുടുംബത്തിൽ എന്നും വഴക്ക്, എന്നും ബഹളം, കുടുംബ നാശം, എന്തൊക്കെ നമ്മുടെ കുടുംബങ്ങളിൽ. ഇത് ഒരിക്കലും പരിശുദ്ധാത്മ പ്രവർത്തനമല്ല, പിശാചാണ് ഇതിൻ്റെ പുറകിൽ. പ്രത്യേകിച്ച് നിങ്ങൾ ശ്രദ്ധിച്ചോ, ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്ന, വചനം കേൾക്കുന്ന നമ്മുടെ കുടുംബങ്ങൾ പ്രിയപ്പെട്ട ഒരുപാട് തകർച്ചയിലാണ്. നിങ്ങൾ അസ്വസ്ഥനാകരുത്. ആ പൈശാചിക ശക്തികളോട് പൊരുതുവാൻ പരിശുദ്ധാത്മാവ് സർവശക്തനാണ്. ശക്തിയോടെ പറഞ്ഞ് ഹല്ലേലൂയ. മഹാപർവ്വതങ്ങളെ, നിങ്ങൾ എന്താണ്? സെറുബാബേലിന്റെ മുൻപിൽ എന്ന് പറഞ്ഞാൽ കർത്താവ് തെരഞ്ഞെടുത്തവരുടെ മുൻപിൽ, കർത്താവ് വിളിച്ചവരുടെ മുൻപിൽ, കർത്താവ് സ്നേഹിക്കുന്നവരുടെ മുൻപിൽ നീ സമതലമായി മാറൂ. പർവ്വതങ്ങളെ സമതലങ്ങളാക്കുന്ന പരിശുദ്ധാത്മ ശക്തി, പരിശുദ്ധാത്മ ശക്തി, പൈശാചിക വ്യാപാരങ്ങളെ തകർക്കുന്ന പരിശുദ്ധാത്മ ശക്തി, ഇരുട്ടിന്റെ ശക്തികളെ ഛിന്ന ഭിന്നമാക്കുന്ന പരിശുദ്ധാത്മ ശക്തി. നീ പ്രാപിക്കാൻ ആഗ്രഹിക്കുന്നവോ, നീ ഏറ്റെടുക്കുവാൻ ആഗ്രഹിക്കുന്നവോ, നിന്റെ കുടുംബത്തിലേക്ക് സ്വീകരിക്കാൻ നീ ആഗ്രഹിക്കുന്നവോ, എങ്കിൽ ഈ കൺവെൻഷന് 4-ാം ദിനത്തിലെ ശുശ്രൂഷകൾ അതിനുള്ളതായി തീരട്ടെ. കരമടിച്ച് പരിശുദ്ധാത്മാവിന് നന്ദി പറഞ്ഞ് ശക്തിയോടെ 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 സ്തുതിക്കുന്നു 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 കർത്താവേ, സ്തുതിക്കുന്നു കർത്താവേ. ഇരുട്ടിന്റെ ശക്തികളിൽ നിന്ന്, പൈശാചിക വ്യാപാരങ്ങളിൽ നിന്ന്, ദൈവജനത്തിന്റെ അനുഗ്രഹത്തിന്റെ വാതിലുകൾ അടച്ചു വെച്ചിരിക്കുന്ന, ദൈവജനത്തിന്റെ സൗഖ്യത്തിന്റെ വാതിലുകൾ അടച്ചിരിക്കുന്ന, ദൈവജനത്തിന്റെ അഭിഷേക വാതിലുകൾ അടച്ചിരിക്കുന്ന പൈശാചിക വ്യാപാരങ്ങളെ തകർക്കുവാൻ പരിശുദ്ധാത്മാവ് ഇവിടെ പ്രവർത്തിക്കുകയാണ്. പരിശുദ്ധാത്മാവ് ഇവിടെ പ്രവർത്തിക്കുകയാണ്. നമ്മൾ അല്പസമയം ഇനി പ്രാർത്ഥിക്കാൻ പോവാണ്. വന്യവൈദികരെല്ലാം നമ്മുടെ ഒപ്പം ഉണ്ട്. നമ്മൾ ശക്തമായി ഒരു ഡെലിവറൻസിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. എൻ്റെ സഹോദരങ്ങളെ, അഗ്നി സാന്നിധ്യമായി, കൃപാ സാന്നിധ്യമായി പരിശുദ്ധാത്മാവോട് മധ്യ ഇറങ്ങട്ടെ. ഒരു വചനം കൂടിയ പരിശുദ്ധാത്മ തരുന്നു. അതിനുശേഷം പ്രാർത്ഥിക്കാൻ ഒരുങ്ങാം. പൗലോസ്ലീഹ കൊരിന്ത്യർക്കെതിരെ 2-ാമത്തെ ലേഖനം, അവിടെ 10-ാം അധ്യായം 3, 4, 5 വചനങ്ങൾ. നിങ്ങൾ ആ വചനം ശ്രദ്ധിച്ച് കേൾക്കണമേ, ശ്രദ്ധിച്ച് കേൾക്കണമേ. എല്ലാ ദൈവമക്കളും ഈ വചനം ശ്രദ്ധിച്ച് കേൾക്കുക. കൊരിന്ത്യർക്കുള്ള 2-ാമത്തെ ലേഖനം 10-ാം അധ്യായം 3, 4, 5 വചനങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാം. ഞങ്ങൾ ജീവിക്കുന്നത് ജഡത്തിലാണ്. പൗലോസ്ലീഹ പറയാ, ഞങ്ങൾ ജീവിക്കുന്നത് ഈ ശരീരത്തിലാണെങ്കിലും ഞങ്ങൾ ജഡീകമായ ശ്രദ്ധിക്കണം നിങ്ങൾ. നമ്മളൊരു ശക്തമായൊരു പ്രാർത്ഥനയ്ക്ക് ഒരുങ്ങാൻ പോവാണ്. എൻ്റെ സഹോദരങ്ങളെ, ഞങ്ങൾ ജഡീകമായ
പോരാട്ടങ്ങളല്ല ഞങ്ങൾ നടത്തുന്നത്. ശ്രദ്ധിക്കണം, നമ്മുടെ കുടുംബങ്ങളുടെ നാശം ആഗ്രഹിക്കുന്ന പൈശാചിക ശക്തികളുണ്ട്. നമ്മുടെ യുവജനങ്ങളെ മലിനപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്ന പൈശാചിക ശക്തികൾ, ദാമ്പത്യ ബന്ധങ്ങളെ ശിഥിലീകരിക്കുന്ന പൈശാചിക ശക്തികൾ, വിശുദ്ധിയിൽ ജീവിക്കുന്നവരെ കൃപയിൽ വീഴ്ത്തിക്കളയുന്ന പൈശാചിക ശക്തികൾ, ദൈവജനത്തിന്റെ നന്മകളെ തടസ്സപ്പെടുത്തുന്ന പൈശാചിക ശക്തികൾ. പൗലോസ് പറയാ, ഞങ്ങളുടെ പോരാട്ടം ഈ അന്ധകാര ശക്തികളോടാണ്, ഈ പൈശാചിക ശക്തികളോടാണ്, ഈ ഇരുട്ടിന്റെ വ്യാപാരങ്ങളോടാണ്. എന്താ പൗലോസ് പറയുന്നത്? എന്താ പറയുന്നത്? ഞങ്ങളുടെ സമരായുധങ്ങൾ ജഡീകമല്ല. നമ്മുടെ സമരായുധങ്ങൾ എന്താ? നമ്മുടെ ആയുധങ്ങൾ ബോംബല്ല, നമ്മുടെ ആയുധം പീരങ്കിയല്ല, നമ്മുടെ ആയുധം വാളല്ല, നമ്മുടെ ആയുധം വെട്ടുകത്തിയല്ല. പ്രിയ ദൈവജനമേ, നമ്മുടെ ആയുധം എന്താ? പരിശുദ്ധ വചനം. നമ്മുടെ ആയുധം എന്താ? പരിശുദ്ധ കുർബാന. നമ്മുടെ ആയുധം എന്താ? പ്രാർത്ഥന. നമ്മുടെ ആയുധം എന്താ? ഉപവാസം. നമ്മുടെ ആയുധം എന്താ? പരിത്യാഗ പ്രവൃത്തികൾ. നമ്മുടെ ആയുധം എന്താ? പരിശുദ്ധ ജപമാല. നമ്മുടെ ആയുധം എന്താ? നമ്മുടെ ആയുധം എന്താ? പരിശുദ്ധാത്മാഭിഷേകം. Anointing of the Holy Spirit. ഇതാണ് നമ്മുടെ സമരായുധങ്ങൾ. വിശ്വസിച്ച് ആമേൻ പറഞ്ഞേ. സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. പൗലോസ് പറയാ, ഞങ്ങളുടെ സമരായുധങ്ങൾ ജഡീകങ്ങളല്ല, ദുർഗമങ്ങളായ കോട്ടകൾ തകർക്കാൻ ദൈവത്തിൽ അവ ശക്തങ്ങളാണ്. അതെ, ദുർഗമങ്ങളായ കോട്ടകൾ നമ്മുടെ വ്യക്തി ജീവിതത്തിൽ, നമ്മുടെ കുടുംബങ്ങളിൽ, തലമുറകളിൽ, നമ്മുടെ മക്കളിൽ, നമ്മുടെ യുവജനങ്ങളിൽ, നമ്മുടെ കുഞ്ഞുങ്ങളിൽ വാഴുന്ന ചില ഇരുട്ടിന്റെ കോട്ടകളുണ്ട്, പൈശാചിക കോട്ടകള്, ചില സാത്താന്യ കോട്ടകള്, അവിശ്വാസത്തിന്റെ കോട്ടകള്, ജഡീകതകളുടെ കോട്ടകള്, ലൗകികതയുടെ കോട്ടകള്, സുഖലോലുപതയുടെ കോട്ടകള്, അലസതയുടെ കോട്ടകള്, മ്ലേച്ഛതകളുടെ കോട്ടകള്. പൗലോസ് പറയാ, ഈ കോട്ടകളെ തകർക്കുവാൻ ദൈവത്തിൽ ഞങ്ങളുടെ ആയുധങ്ങൾ ശക്തങ്ങളാണ്. നമ്മൾ ഈ ആയുധങ്ങളിൽ ആശ്രയിച്ച് പ്രാർത്ഥിക്കാൻ പോവാ. പരിശുദ്ധാത്മാവിന് ശക്തമായൊരു വ്യാപനം ഇവിടെ സംഭവിക്കാൻ, പരിശുദ്ധാത്മ ശക്തമായ ഒരു സാന്നിധ്യം ഇവിടെ ഇറങ്ങുവാൻ നമ്മൾ സാക്ഷികളാകണം. മക്കളെ, കർത്താവ് നമ്മളെ സാക്ഷികളായി വിളിക്കുകയാണ്. യെസ്, നമ്മൾ ഈ കാലത്തിന് ചേർന്ന അവൻ്റെ വചനത്തിൻ്റെ സാക്ഷികളാകുക. നമ്മളെ തന്നെ സമർപ്പിക്കുക, പ്രാർത്ഥിക്കാൻ ഒരുങ്ങുകയാണ്. നിങ്ങൾ ശ്രദ്ധിക്കുക, ശക്തമായി നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. ഒരു സെക്കൻഡ് എല്ലാവരും എഴുന്നേറ്റ് നിൽക്കുക. ഈ കൺവെൻഷന് 4-ാം ദിനത്തിൽ ഇത് പരിശുദ്ധാത്മാവിൻ്റെ സമയമാണ്, ഇത് പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനമാണ്, ഇത് പരിശുദ്ധാത്മാവിൻ്റെ ആലോചനയാണ്, ഇത് പരിശുദ്ധാത്മാവിൻ്റെ പ്രവചനമാണ്. അവനാണ് ഇവിടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യമാണ് നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. ഈ വചന കൂടാരം മുഴുവൻ അവന്റെ ശക്തി നിറഞ്ഞു നിൽക്കുകയാണ്. ഇതിനൊരറ്റം മുതൽ മറ്റേ അറ്റം വരെ ആത്മശക്തി പരിവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. അത് സൗഖ്യമാക്കുന്ന ശക്തിയായി, അനുഗ്രഹിക്കുന്ന ശക്തിയായി, അഭിഷേകം ചെയ്യുന്ന ശക്തിയായി, വിമോചിപ്പിക്കുന്ന ശക്തിയായി ഇതിനകത്ത് പരിശുദ്ധാത്മ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. പരിശുദ്ധാത്മ വ്യാപരിച്ചു കൊണ്ടിരിക്കുന്നു. സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. പൈശാചിക കോട്ടകൾ തകരട്ടെ, സാത്താൻ കോട്ടകൾ തകരട്ടെ, പൈശാചിക അടിസ്ഥാനങ്ങൾ പൊട്ടട്ടെ. ഇരുകരങ്ങൾ ഉയർത്തിപ്പിടിക്കുക. പരിശുദ്ധാത്മ ശക്തിക്കായി, ആത്മപകർച്ചയ്ക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുക. പരിശുദ്ധാത്മ സാന്നിധ്യത്തിന് വേണ്ടി, പരിശുദ്ധാത്മ അനോയിന്റിങ്ങിന് വേണ്ടി ദാഹിച്ചു പ്രാർത്ഥിക്കുക. നമ്മുടെ കുടുംബങ്ങളിൽ ഈ ആത്മപകർച്ചയുണ്ടാകട്ടെ, നമ്മുടെ മക്കളിൽ ഈ ആത്മപകർച്ചയുണ്ടാകട്ടെ, നമ്മുടെ ദേശങ്ങളിൽ ആത്മപകർച്ചയുണ്ടാകട്ടെ, നമ്മുടെ സഭയിൽ ശക്തമായ ആത്മപകർച്ചയുണ്ടാകട്ടെ, എല്ലാ ജനതകളിലും ആത്മപകർച്ചയുണ്ടാകട്ടെ, ലോകരാജ്യങ്ങളിൽ ആത്മപകർച്ചയുണ്ടാകട്ടെ. ഹൃദയം തുറന്ന്, അതരം തുറന്ന് നമ്മൾ ഒന്നിച്ചൊരൊറ്റ വിളി, പരിശുദ്ധാത്മാവേ, വിളിച്ച് പ്രാർത്ഥിക്കാത്മാവേ, Holy Spirit, Holy Spirit, Hallelujah, hallelujah.
ജനത്തിന് മേൽ ആത്മാവ് ഇറങ്ങി വരട്ടെ. പരിശുദ്ധാത്മാവ് വ്യാപരിക്കട്ടെ. ആമേൻ അത്ഭുത സൗഖ്യങ്ങൾ, ഡെലിവറൻസുകൾ ഉണ്ടാകട്ടെ. ആമേൻ ആമേൻ ശക്തമായ ആത്മപകർച്ചയാൽ ജനം നിറയട്ടെ. സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. കരങ്ങളൊന്ന് കോർത്ത് പിടിച്ച് സഹോദരന്മാർ സഹോദരന്മാരുടെ, സഹോദരിമാർ സഹോദരിമാരുടെ, ഒരു വ്യക്തി മറ്റേ വ്യക്തിയിലേക്ക് ആത്മശക്തി വ്യാപരിക്കട്ടെ. പരിശുദ്ധാത്മ ശക്തി വ്യാപരിക്കട്ടെ. പവർ ഓഫ് ദ ഹോളി സ്പിരിറ്റ്, പവർ ഓഫ് ദ ഹോളി സ്പിരിറ്റ്. യെസ്, റുഹായുടെ ശക്തി, റുഹായുടെ ശക്തി, റുഹായുടെ ശക്തി ഇവിടെയുണ്ട്. യാഗവേ ശമ. യെസ്, ഹോളി സ്പിരിറ്റ് ഇവിടെയുണ്ട്. ഹോളി സ്പിരിറ്റ് ഇവിടെയുണ്ട്. ഹോളി സ്പിരിറ്റ് ഈസ് ഹിയർ. പരിശുദ്ധാത്മാവ് ഇവിടെയുണ്ട്. ആത്മാവ് ഇവിടെയുണ്ട്. ഇത് അവന്റെ സമയമാണ്. ഇത് അവന്റെ സമയമാണ്. കരങ്ങൾ കോർത്ത് പിടിച്ച്, കോർത്ത് പിടിച്ച് ബഹുമാനപ്പെട്ട കർത്താനച്ഛനും നമ്മോടൊപ്പം നമുക്ക് ഒരു ഡെലിവറി പ്രാർത്ഥന നടത്തുക. കാര്യങ്ങൾ കോർത്ത് പിടിച്ച് ഒരു 3 പ്രാവശ്യം നമ്മൾ ഒന്നിച്ച് ഒരു മനസ്സോട് ഒറ്റ വിളി, പരിശുദ്ധാത്മാവേ, റുഹാ, റുഹാ, റുഹായേ, റുഹായേ, റിലീസ്, റിലീസ്. എല്ലാ ജനത്തിനും ആത്മപകർച്ച, ആത്മാവിന്റെ പകർച്ച, അഭിഷേക പകർച്ച, അഭിഷേക പകർച്ച. സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. ഈശോ. ആമേൻ, ആമേൻ. കോർത്ത് പിടിച്ച കരങ്ങൾ താഴ്ത്തിപ്പിടിച്ച്, താഴ്ത്തിപ്പിടിച്ച്. ഹോളി സ്പിരിറ്റ്, ഹോളി സ്പിരിറ്റ്. കരങ്ങൾ കോർത്ത് പിടിച്ച്, കോർത്ത് പിടിച്ച്. അഭിഷേകം പകർന്നിടുക, പുതുശക്തി പ്രാപിക്കുവാൻ. അഭിഷേകം പകർന്നിടുക, ഈ സമൂഹത്തിലേക്ക്, ശക്തി പ്രാപിക്കുവാൻ. ഈ കൺവെൻഷനിലേക്ക് അഭിഷേകം പകർന്നിടുക, പുതുശക്തി പ്രാപിക്കുവാൻ. അഭിഷേകം പകർന്നിടുക, പുതുശക്തി പ്രാപിക്കുവാൻ. അന്ധകാര ശക്തികളെ ജയിക്കും ഞാൻ ആ കൃപയാ. അന്ധകാര ശക്തികളെ, ശക്തികളെ ജയിക്കും ഞാൻ ആ കൃപയാ. അന്ധകാര ശക്തികളെ ജയിക്കും ഞാൻ ആ കൃപയാ. സ്വരമുയർത്തി. അന്ധകാര ശക്തികളെ, നമ്മുടെ കുടുംബങ്ങളിൽ, നമ്മുടെ ദേശങ്ങളിൽ, നമ്മുടെ തലമുറകളിൽ അന്ധകാര ശക്തികളെ ജയിക്കും ഞാൻ ആ കൃപയാ. അന്ധകാര ശക്തികളെ ജയിക്കും ഞാൻ ആ കൃപയാ. അഭിഷേകം പകർന്നിടുക, പുതുശക്തി പ്രാപിക്കുവാൻ. അഭിഷേകം പകർന്നിടുക, പാടി പാടി ആരാധിക്കുക, പാടി പാടി ആരാധിക്കുക. അഭിഷേകം പകർന്നിടുക, പുതുശക്തി പ്രാപിക്കുവാൻ. അഭിഷേകം പകർന്നിടുക, ശക്തി പ്രാപിക്കുവാൻ. അന്ധകാര ശക്തികളെ ജയിക്കും ഞാൻ ആ കൃപ. ആമേൻ, ആമേൻ. അന്ധകാര ശക്തികളെ ജയിക്കും ഞാൻ ആ കൃപയാ. ആമേൻ, ആമേൻ. ശക്തികളെ ജയിക്കും ഞാൻ ആ കൃപയാ. യെസ്, അഭിഷേകം പകർന്നിടുക, ആമേൻ. പുതുശക്തി പ്രാപിക്കുവാൻ. അഭിഷേകം, അഭിഷേകം പകർന്നിടുക. യെസ്, ശക്തി പ്രാപിക്കുവാൻ. അന്ധകാര ശക്തികളെ ഉയർത്തിയടിച്ച് ഞാൻ ആ കൃപയാ. അന്ധകാര ശക്തികളെ ജയിക്കും ഞാൻ ആ കുതിച്ചു ചാടി. അഭിഷേകം പകർന്നിടുക, പുതുശക്തി പ്രാപിക്കുവാൻ. അഭിഷേകം പകർന്നിടുക, പുതുശക്തി പ്രാപിക്കുവാൻ. അന്ധകാര
ശക്തികളെ ജയിക്കും ഞാൻ ആ കൃപയാ അഭിഷേകം പകർന്നിടുക Mighty anointing. ശക്തി പ്രാപിക്കുവാൻ ഈ ശുശ്രൂഷ സമയത്ത് സംഭവിക്കുന്നു. പകർന്നിടുക നീ നിൽക്കുന്ന സ്ഥലത്തേക്ക് പ്രാപിക്കുവാൻ ദൈവശക്തി വെളിപ്പെടുന്നു. അഭിഷേകം പകർന്നിടുക കരങ്ങൾ ഉയർത്തി ശക്തി പ്രാപിക്കുവാൻ ആത്മാവേ, വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു. പകർന്നിടുക The real power, the mighty anointing, പരിശുദ്ധാത്മ ശക്തി നിന്റെ മേൽ വെളിപ്പെടുന്ന സമയം രണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി ഒരൊറ്റ വിളി എന്റെ ഈശോ. The power, the mighty anointing സംഭവിക്കട്ടെ. ഈ കാലഘട്ടത്തിന്റെ അഭിഷേകം, ഈ കാലഘട്ടത്തിന്റെ അഭിഷേകം നീ നിൽക്കുന്ന മണ്ണിലേക്ക്, നീ നിൽക്കുന്ന സാഹചര്യങ്ങളിലേക്ക്, നിന്റെ കുടുംബത്തിലേക്ക്, നിന്റെ ജോലിയിലേക്ക്, നിന്റെ സമ്പത്തിലേക്ക്, നിന്റെ ചിന്തകളിലേക്ക് വെളിപ്പെടുന്നു. സ്തുതിച്ച് സ്തുതിച്ച് പ്രാർത്ഥിക്കുക Amen, amen, amen. Yes, the power. ലംബ 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 ലംബ. അഭിഷേകം പകർന്നിടുക Amen. ശക്തി പ്രാപിക്കുവാൻ പാടി പാടി അഭിഷേകം പകർന്നിടുക അഭിഷേകം. ശക്തി പ്രാപിക്കുവാൻ അന്ധകാര ശക്തികളെ ജയിക്കും ഞാൻ ആ കൃപയാ അന്ധകാര ശക്തികളെ അന്ധകാര ശക്തികളെ ഞാൻ ജയിക്കും. ജയിക്കും ഞാൻ ആ കൃപയാ പരിശുദ്ധാത്മാവ് നയിക്കട്ടെ. പകർന്നിടുക ആത്മ പകർച്ച. പ്രാപിക്കുവാൻ Amen. അഭിഷേകം പകർന്നിടുക ശക്തി പ്രാപിക്കുവാൻ അന്ധകാര ശക്തികളെ ജയിക്കും ഞാൻ ആ കൃപയാ അന്ധകാര ശക്തികളെ ജയിക്കും ഞാൻ ആ കൃപയാ രണ്ട് കരങ്ങള് സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് പ്രാർത്ഥിക്കുന്ന സമയം ആമേൻ. എന്റെ പ്രിയപ്പെട്ട സഹോദര സഹോദരി, നീ എവിടെ നിൽക്കുന്നുണ്ടെങ്കിലും നിന്റെ മേൽ ദൈവത്തിന്റെ ശക്തി, ഡുനാമിസ് പവർ, സ്വർഗത്തിന്റെ ശക്തി നിന്റെ ശിരസ് മുതൽ ഉള്ളങ്കാര വരെ വെളിപ്പെടുന്നു. അപ്പസ്തോല പ്രവർത്തനം 4:31 പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ അവർ നിന്നിരുന്ന സ്ഥലം കുലുങ്ങി, പരിശുദ്ധാത്മാവ് നിറഞ്ഞു, ദൈവവചനം പ്രസംഗിച്ചു. ഈ ശുശ്രൂഷ സമയത്ത് നമ്മളെ ഭാരപ്പെടുത്തുന്ന ചിന്തകൾ, നമ്മളെ ഭാരപ്പെടുന്ന അനുഭവങ്ങൾ, ഇന്നലകളുടെ കയ്പ് നിറഞ്ഞ അനുഭവങ്ങൾ ഇതാ യേശു വിടുവിക്കുന്നു, യേശു വിടുവിക്കുന്നു. നിന്റെ മേൽ അത്ഭുത ശക്തി വെളിപ്പെടുന്നു. രണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആർക്കെങ്കിലും എന്തെങ്കിലും തരത്തിലുള്ള ഒരു മരവിപ്പ്, ഉണർവില്ലായ്മ, ക്ഷീണം, അസ്വസ്ഥത ഓർത്തോർത്ത് ചിന്തിച്ചു കൊണ്ടിരിക്കുക, ഏതെങ്കിലും പൈശാചിക പീഡകളുണ്ടെങ്കിൽ ഇതാ ഈ ശുശ്രൂഷ സമയം വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്ന ശക്തി നിന്റെ ഉള്ളിലേക്ക് വെളിപ്പെടുകയാണ്. ഈ പരിശുദ്ധ അൾത്താരിൽ നിന്ന് നിന്റെ ഉള്ളിലേക്ക് വെളിപ്പെടുകയാണ്. ലഭിക്കപ്പെട്ടിരിക്കുന്ന അഭിഷേക അധികാരം ഉപയോഗിച്ച് ഇന്നേ ദിവസം അർപ്പിക്കപ്പെടുന്ന പരിശുദ്ധ കുർബാനകളുടെ അനന്ത യോഗ്യതയോട് ചേർത്ത് വെച്ച്, ഈ അൾത്താരിൽ അർപ്പിക്കപ്പെടുന്ന പരിശുദ്ധ കുർബാനയോട് ചേർത്ത് വെച്ച്, ലോകമെമ്പാടുമുള്ള ദൈവജനത്തോട് ചേർന്ന്, ധ്യാന മന്ദിരങ്ങളോട് ചേർന്ന്, മധ്യസ്ഥ പ്രാർത്ഥന കൂട്ടായ്മകളോട് ചേർന്ന് ഈ ദൈവജനത്തെ വിശുദ്ധീകരിച്ച് പ്രാർത്ഥിക്കുന്നു. ഓ ദൈവത്തിന്റെ ആത്മാവ് അത്ഭുതകരമായിട്ട് പ്രവർത്തിക്കട്ടെ. കാലാകാലങ്ങളായി നമ്മളെ കെട്ടിയിട്ടിരിക്കുന്ന തിന്മകൾ അഴിയുന്നു, പൈശാചിക പീഡകൾ അഴിയുന്നു, പാരമ്പര്യ രോഗങ്ങൾ അഴിയുന്നു. ദൈവശക്തിയിൽ വിശ്വസിച്ച് ദൈവജനമേ, കരങ്ങൾ ഉയർത്തി ഒരൊറ്റ വിളി എന്റെ ഈശോ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ, പിതാവിന്റെയും പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തില്, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തില് ഈ ദൈവജനത്തിൽ സംഭവിക്കുന്നു. ഭാവം ശക്തി പ്രാപിക്കുവാൻ അഭിഷേകം പകർന്നിടുക അഭിഷേകം ശക്തി പ്രാപിക്കുവാൻ അന്ധകാര ശക്തികളെ ജയിക്കും ഞാൻ ആ കൃപയാ അന്ധകാര ശക്തികളെ ശക്തികളെ ജയിക്കും ഞാൻ ആ കൃപയാ
ശക്തികളെ ആമേൻ. ജയിക്കും റൂഹായുടെ ശക്തിയാ ശക്തികളെ ജയിക്കും സഹോദരി സഹോദരങ്ങളെ, ഈ 37ാമത് പോട്ട ദേശീയ ബൈബിൾ കൺവെൻഷനിലൂടെ പരിശുദ്ധാത്മാവിന്റെ ഒരു പുത്തൻ ഉണർവിന്റെ കാറ്റ് ദേശങ്ങളിലേക്കും രാജ്യങ്ങളിലേക്കും ജനതകളിലേക്കും സഭ മുഴുവനിലേക്കും ഈ അൾത്താരയിൽ നിന്ന് വീശിയടിക്കട്ടെ. ആമേൻ. റിലീസ്. ആമേൻ. നിന്റെ കാറ്റ് നീ വീശി ആമേൻ. പരിശുദ്ധാത്മാവിന്റെ കാറ്റ് വീശുക. ഈ 37ാമത് ദേശീയ ബൈബിൾ കൺവെൻഷനിലൂടെ ലോകം മുഴുവനിലും വീശുക. സഭയിൽ ഒരു പുതിയ ഉണർവിന്റെ കാറ്റായി ആത്മാവേ വീശുക. ആമേൻ. അതിനുള്ള സമയമായി പരിശുദ്ധാത്മാവ് ഈ ദിനത്തെ മാറ്റുകയാണ്. നിങ്ങളേവരെയും പരിശുദ്ധാത്മാവ് അനുഗ്രഹിക്കട്ടെ. ആത്മാവിന്റെ സൗഖ്യത്വം, ആത്മാവിന്റെ കൃപയും, ആത്മാവിന്റെ സാന്നിധ്യവും, ആത്മാവിന്റെ സമാധാനവും, ആത്മാവിന്റെ ആനന്ദവും നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബങ്ങൾക്കും തലമുറകൾക്കും അനുഭവിക്കുവാൻ കർത്താവ് ഇടവരുത്തട്ടെ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ബഹുമാനപ്പെട്ട ബിനോയ്ച്ച, വർഷങ്ങളായിട്ട് ഒരു ആത്മീയ ബന്ധമാണ് ബിനോയ്ച്ചനായിട്ട്. ഡിബേനിൽ വെച്ച് അച്ഛൻ പലപ്പോഴും അവിടെ ടീം ഷെക്കേൻ്റെ ധ്യാനങ്ങൾ നടത്തുവാനും അന്ന് അവിടുത്തെ അഡ്മിനിസ്ട്രേറ്ററാണ് എല്ലാ സൗകര്യങ്ങളും ചെയ്തത്. അതുപോലെ ഷെക്കേനെ സ്നേഹിക്കുകയും ഷെക്കേൻ ന്യൂസിൻ്റെ പ്രവർത്തനങ്ങളിലൊക്കെ കാര്യക്ഷമമായി അതിന് വേണ്ട പ്രോത്സാഹനങ്ങളും ചെയ്യുന്ന കർത്താവിൻ്റെ ശ്രേഷ്ഠ അഭിഷിക്തനാണ്. ഒത്തിരി സന്തോഷത്തോടെ സ്നേഹബഹുമാനയുടെ ബിനോയ്ച്ചിനെ ഓർത്ത് ഒത്തിരി നന്ദി പറഞ്ഞ് കർത്താവിന് സ്തുതിക്കുകയാണ് അച്ഛാ. ഒത്തിരി സന്തോഷം. അതുപോലെ നമ്മുടെ ഫ്രാൻസിസ് അച്ഛൻ്റെ സ്വന്തം ഒരു കൂടപ്പിറപ്പിനെ പോലെയാണ്. അതിൽ കാണാറില്ലെങ്കിലും ആത്മീയമായി വലിയൊരു ബന്ധമുണ്ട് സഹോദരങ്ങളെ. ഷെക്കേനെ ഒരുപാട് സ്നേഹിക്കുകയും അതുപോലെ ഷെക്കേനയുടെ ശുശ്രൂഷകൾ ഒത്തിരി പ്രോത്സാഹിപ്പിക്കുകയും അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയും സമയം പോലെ അവിടെ വന്ന് കർത്താവിൻ്റെ വചനം ദൈവജനത്തിന് പ്രഘോഷിക്കുവാൻ അച്ഛനെ കാണിക്കുന്ന സ്നേഹവും സമർപ്പണവും അതൊരിക്കലും നമുക്കത് മറക്കാൻ സാധ്യമല്ല. ഒത്തിരി സന്തോഷത്തോടെ കർത്താവിനെ ഓർത്ത് പ്രത്യേകിച്ച് ഈ സമയം നമുക്ക് വേണ്ടി ശക്തമായി പ്രാർത്ഥിക്കുവാൻ നമ്മുടെ കൂടെ നിന്ന് നമ്മളെ സപ്പോർട്ട് ചെയ്ത അച്ഛനെ ഓർത്ത് നല്ലൊരു തീപ്പൊടി കൈയുടെ കർത്താവിനെ കൂടെ അച്ഛാ ഒത്തിരി സന്തോഷം. അപ്പോൾ നമ്മുടെ തോമസ് അച്ഛൻ വളരെ പ്രിയപ്പെട്ട നമ്മുടെ തോമസ് അച്ഛനെ ഓർത്തും ഒത്തിരി സന്തോഷമുണ്ട്. നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അതുപോലെ തന്നെ തൻ്റെ പൗരോഹിത്യ കരങ്ങൾ നീട്ടി നമ്മൾ ആശീർവദിക്കുവാൻ ഈ നാളുകളിൽ ശക്തമായി പരിശുദ്ധാത്മ ഉപയോഗിക്കുന്ന കർത്താവിൻ്റെ അഭിഷിക്തനാണ്. നമുക്ക് തോമസ് അച്ഛനെ ഓർത്തും നല്ലൊരു കൈഡി കൊടുത്ത് കർത്താവിനെ മുഖത്തപ്പെടുത്താം. നമ്മളെല്ലാവരും കർത്താവ് അനുഗ്രഹിക്കട്ടെ. കർത്താവിൻ്റെ സാന്നിധ്യം നിങ്ങൾക്ക് കൂട്ടായിരിക്കട്ടെ. ആമേൻ. ആമേൻ. എല്ലാ മഹത്വം കർത്താവിന് കൊടുത്ത് ഒരു ഇടിമുഴക്ക ശക്തിയോടെ പെരുവെള്ളത്തിന് ഇരമ്പലോടെ 3 ഹല്ലേലൂയ പറഞ്ഞ് മഹത്വം കൊടുക്കുന്നു. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ടവരെ, നമുക്ക് സന്തോഷ് ബ്രദറിന് നൽകാനുള്ളത് നമ്മുടെ പ്രാർത്ഥനയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവം ചില മനുഷ്യരെ ഓരോ കാലഘട്ടത്തിൻ്റെയും ആവശ്യത്തിനനുസരിച്ച് ഉയർത്തും. അങ്ങനെ ഉയർത്തിയ ഒരു മനുഷ്യനാണ് നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത്. നമ്മളൊന്ന് ചിന്തിച്ച് നോക്കിക്കേ, ഒരു വ്യക്തിക്ക് എങ്ങനെയാണ് ഈ കേരള പശ്ചാത്തലത്തിൽ ഒരു ചാനൽ നടത്താൻ പറ്റുക എന്നുള്ള ചോദ്യത്തിനുള്ള ഉത്തരമാണ് പ്രിയപ്പെട്ട സന്തോഷ് കരുമത്ര ബ്രദർ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, തിരുസഭയിൽ ദൈവം ഉയർത്തിയ വലിയൊരു ശുശ്രൂഷകൻ ലോകമെമ്പാടും നമ്മുടെ ഈ മണ്ണിൽ നിന്ന് ഉയർന്ന ഈ ഷെക്കേന ചാനൽ ഇതാ വലിയൊരു ശുശ്രൂഷയായി ലോകമെമ്പാടും ഉയർത്തി. ലോകമെമ്പാടും ശുശ്രൂഷ കർത്താവ് തന്ന കൃപയാണ്. 2 കരങ്ങളും പരിശുദ്ധ അൽത്താരയിലേക്ക് നീട്ടിപ്പിടിച്ച് പ്രത്യേകിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഈ നാളുകളിൽ സന്തോഷ് ബ്രദർ ഏറ്റെടുത്തിരിക്കുന്ന ശുശ്രൂഷകൾ, അദ്ദേഹമായിരിക്കുന്ന കുടുംബ പശ്ചാത്തലങ്ങൾ, അതോടൊപ്പം തന്നെ നമ്മുടെ ഷെക്കേന ചാനൽ അവിടെയുള്ള സ്റ്റാഫ് മെമ്പേഴ്സ്, ശുശ്രൂഷകൾ, കർത്താവെ ഈ കാലഘട്ടത്തിൻ്റെ അഭിഷേകമായി
അപ്പസ്തോല പ്രവർത്തനം 4-ാം അധ്യായം 32-ാം വചനത്തിൽ പഠിപ്പിച്ചിരിക്കുന്നത്, എന്നും ഈ സഹോദരൻ നിറയട്ടെ, പോകുന്ന വഴികൾ കർത്താവിൻ്റെ കാവൽമാർ കാത്തു നിൽക്കട്ടെ, അത്ഭുതകരമായ ദൈവശക്തികൾ സംഭവിക്കപ്പെടട്ടെ, അധരം തുറക്കുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി അത്ഭുതകരമായ ദൈവിക വെളിപ്പെടുത്തലുകളായി ദൈവജനത്തിന് അനുഭവിക്കുവാൻ കൃപ കൊടുക്കണമേ. പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിന് നമുക്ക് ചേർത്ത് വയ്ക്കാം. ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു, അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനുടെ അപേക്ഷകൊള്ളണമേ. ആമേൻ. പറഞ്ഞേ ആമേൻ, ആമേൻ. 2 കരങ്ങൾ ഉയർത്തി നല്ല വെടിക്കെട്ട് കയ്യടി കർത്താവായി ഈശോയ്ക്ക് കൊടുത്തേ. പ്രൈസ് ദി ലോർഡ്.